ഇതിൽ ഇന്ന് വഴിക്ക് വഴി അനുസരിച്ച് ചർച്ച ചെയ്യേണ്ടതായ സബ്ജക്റ്റ് ഇബാദത്ത് എന്നതാണെന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇബാദത്തിനെക്കുറിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആരംഭിച്ചിടം മുതൽ പല ശൈലിയിൽ സംസാരിച്ചത് നിങ്ങൾ മറന്നു കാണുകയില്ല. എന്ന് മാത്രമല്ല, ക്ലാസ്സിൻ്റെ സമാപനത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കുറിപ്പ് ഈ ക്ലാസ്സിലും അപ്രകാരം ഈ ക്ലാസ്സിൻ്റെ കുറിപ്പ് അടുത്ത ക്ലാസ്സിലും കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് സബ്ജക്റ്റിനുമായിട്ട് പരിചയപ്പെട്ട് ജീവിക്കാൻ പ്രയാസം കുറവാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇബാദത്ത് എന്ന വാക്കുകൊണ്ട് അതിലൂടെ നാം ഉച്ചക്ക് നടന്ന ക്ലാസ്സിൽ പള്ളിയിൽ വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പള്ളി എന്ന വിഷയം ചർച്ച ചെയ്തത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. അവിടെ ഞാൻ ഉണർത്തിയത് ഓർക്കുന്നുണ്ടായിരിക്കാം. പ്രപഞ്ചത്തെ, പ്രത്യേകിച്ച് ഭൂമിയെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് അല്ലാഹ് പറയുന്നത് ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഈ ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നതും വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് ഇൻസ് വർഗങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതും. അപ്പോൾ ജീവിത ലക്ഷ്യം ആരാധനയാണ് എന്ന ആയത്ത് ഏത് സന്ദർഭത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ വളീഫത്താണ്. നമ്മുടെ വളീഫത്ത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ചുമതലയാണ്. നാം ഏതെങ്കിലും ഒരു യജമാൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതായ ഒരു വ്യക്തിയെപ്പോലെയാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ പോരാ. ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടാനുസരണമല്ല. നമ്മെ അയച്ച, നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ഭക്ഷണം നൽകുന്ന, നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഖഹാറായ റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന്. അപ്പോൾ ആരാധന നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് എന്നത് കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചതും, എന്താണ് ആരാധന എന്നതും വിശദീകരിക്കപ്പെട്ടതും, ആരാധനയും അനുസരണമെന്ന താഅത്തുമായുള്ള ചേഞ്ച് എന്താണ് എന്നതും പഠിച്ചതും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. എല്ലാ ആരാധനയും അതിൻ്റെ അകത്ത് അനുസരണ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നാം പഠിച്ചു. സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാ ഇബാദത്തും ആരാധനയാണ് അനുസരണമാണ് എന്നതും, അനുസരണം മുഴുവനും എന്തല്ല ഇബാദത്തല്ല, ആരാധനയല്ല എന്നതും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നീട്ടിവലിച്ച വിശദീകരണത്തോടു കൂടി പ്രത്യേകിച്ച് തെളിവ് സഹിതം ഇവിടെ നാം മനസ്സിലാക്കി വെച്ചതാണ്. അതുകൊണ്ട് നാം പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ശബ്ദം എന്തായി? എൻ്റെ മുമ്പിലില്ല ശബ്ദം. സഹോദരന്മാരെ, അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഖുർആനിൽ പരലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ ശൈലിയിൽ നമുക്ക് പരിചയമുള്ള ആയത്താണ് ഇവിടെ ഞാൻ ഉണർത്താറുള്ളത്. അതെന്താണ്? അലം അഹദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നരകത്തിലേക്ക് പിശാചിനെ ആരാധിച്ച് ആരാധനയിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള അനുസരണമുണ്ട്. അതെപ്പോഴാണ്? അത് നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ യുഗത്തിൽ പിശാചിനെ പൂജിക്കുന്നവരുണ്ട്, പിശാചിനെ ദൈവമായി കാണുന്ന ആളുണ്ട്, പിശാചിൽ നന്മയും തിന്മയും പ്രതീക്ഷിക്കുന്ന ആളുണ്ട്. ആ രൂപത്തിലുള്ളതാവുമ്പോൾ ശരിക്കും ആരാധനയായി മാറി. അപ്പോൾ പിശാചിനെ അനുസരിക്കുമ്പോൾ ആരാധന രൂപത്തിലാകുന്ന അനുസരണമാണ് എങ്കിൽ അത് എന്നേക്കും നരകത്തിൽ കടക്കുന്ന രൂപമാണ് അതിലൂടെ ലഭിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. അതേസമയത്ത് രണ്ടാമത്തെ ഇനമാണെങ്കിൽ ഇതിന് തെളിവ് കൂടുതൽ ദൂരം പോകേണ്ടതില്ല. ആദ്യം നാം ഓതിയതായ ആയത്തോടൊപ്പം നാം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തെറ്റ് ചെയ്യുന്ന വിഭാഗത്തിന് പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ ചെയ്യുന്ന പാശ്ചാത്താപം സ്വീകരിച്ചത് കാരണത്താലോ അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ ഇഷ്ടാനുസരണം പുറത്തു കൊടുക്കുന്നത് കാരണത്താലോ ആ തെറ്റ് ചെയ്തവർക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ട്, തെറ്റിൽ നിന്നിട്ട് മോചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പ് ശിക്ഷയില്ലാതെ രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ അവിടെ ശിക്ഷ ഏറ്റെടുത്തതിന് ശേഷം തെറ്റിൻ്റെ തോതനുസരിച്ച് പാപങ്ങളുടെ തോതനുസരിച്ചിട്ട് ശിക്ഷ ഏറ്റെടുത്തതിന് ശേഷം എവിടേക്ക് പോകാം? സ്വർഗത്തിലേക്ക് പോകാം. അപ്പോൾ പിശാചിനെ അനുസരിച്ച് തെറ്റ് ചെയ്തത് ആരാധനയാണെങ്കിൽ സ്വർഗത്തിൽ പോകില്ലല്ലോ. അപ്പോൾ എന്താണ്, പിശാചിനെ അനുസരിക്കുന്നതിൽ രണ്ടിനമുണ്ട് എന്നത് ഖുർആനും സുന്നത്തും തെളിയിക്കുന്ന കാര്യമാണ്. ഒന്ന് ആരാധന രൂപമുണ്ട്, മറ്റൊന്നോ അനുസരണ രൂപം മാത്രം. അപ്പോൾ ആ അനുസരണ രൂപം അതിലൂടെ അവനെന്താകുന്നില്ല, കാഫറാകുന്നില്ല, അവനെന്താകുന്നില്ല, ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോകുന്നില്ല. അത് ഏതുപോലെ പിശാചിനെ അനുസരിച്ചു കൊണ്ട് വ്യഭിചരിച്ചവൻ, കള്ളു കുടിച്ചവൻ, തെറ്റ് ചെയ്തവൻ, അന്യോന്യം അങ്ങും ഇങ്ങും ഗീബത്ത് നമീമത്ത് പറഞ്ഞവർ, ഇവർക്കെല്ലാം അള്ളാഹ് ഈ ഭൂമിയിൽ നിന്നിട്ട് അവൻ മരിക്കുന്നതിന് മുമ്പ് ആ ചെയ്തവൾ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, അവൻ പാശ്ചാത്തപ്പിച്ച് അള്ളാഹു പാശ്ചാത്താപം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ശൈലിയുണ്ട്, ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കും, ഇഷ്ടമുള്ളവരെ ശിക്ഷിക്കും എന്ന്, അല്ലേ? പക്ഷെ നരകപ്പുള്ളികളാകുന്ന ഈ പിശാചിനെ പൂജിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ജീവിച്ച വിഭാഗത്തിൻ്റെ സ്ഥിതി അതാണോ? അല്ല. പിന്നെയോ അവർ നരകത്തിലേക്ക് പോകുന്ന വേളയിൽ പറയപ്പെടുന്ന ശൈലിയാണ് നാം കേൾക്കുന്നത്. എന്ത്? അലം അഹദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്. അപ്പോൾ ആരാധനയിലേക്ക് എത്തുന്ന അനുസരണം അനുസരിച്ചവരാണ് എന്താവുക? എന്നേക്കും കാലകാലം നരകത്തിൽ പോകേണ്ടി വരിക. പിശാചിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കി, അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കി, അള്ളാഹ് ഇറക്കിയതിനെ നിഷേധിച്ചു, അള്ളാഹ് ഇറക്കിയത് നടപ്പാക്കണ്ടെന്ന് വെച്ചു, അള്ളാഹ് ഇറക്കിയതിനെ വിരോധിച്ചു. അതൊക്കെയാണ് എന്താവുക? പിശാചിനെ അനുസരിക്കലിലൂടെ ആരാധനയായി മാറുന്ന അനുസരണവും അതിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരലും എന്നത് നാം പഠിച്ചു കഴിഞ്ഞതായ ഭാഗമാണ്. ഈ യാഥാർത്ഥ്യം നാം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ആരാധനകൾ എന്ന പദപ്രയോഗം നമുക്ക് പലപ്പോഴും കേട്ട് പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ എല്ലാ വശങ്ങളല്ലെങ്കിലും മിക്ക ഭാഗങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കി കഴിഞ്ഞു. മദീനയിൽ താമസിക്കുമ്പോൾ, എവിടെയും താമസിക്കുമ്പോൾ പഠിക്കേണ്ടതുപോലെ പ്രത്യേകിച്ച് മനുഷ്യൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ് ഈ മദീനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ആരാധനകളാണ് ലോക മുസ്ലിങ്ങൾ ചെയ്തു വരുന്നത്. മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ 2 റക്അത്ത് വീതം നമസ്കാരം നടന്നിരുന്നു. അവിടെ നമസ്കാരം കൂട്ടമായി സഹാബാക്കളും ചെയ്തിരുന്നു റസൂലുള്ളാഹിനോടൊപ്പം. അതൊക്കെ മുസമ്മിൽ സൂറത്തിൽ പരിശോധിച്ചാൽ കാണാവുന്നതാണ് അതിൻ്റെ വിശദീകരണം. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ ആയിഷ പറയുന്നു, മുമ്പ് നമസ്കാരം ഈ 2 റക്അത്തായിരുന്നു. അത് ഈ 2 റക്അത്ത് പിന്നെ എന്തായി? യാത്രയിൽ മാത്രമായി മാറി, യാത്രയിൽ മാത്രമായി ശേഷിച്ചു. പിന്നെയോ ഇസ്രാ രാത്രിയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആ നമസ്കാരത്തെ 50 ഒക്താക്കി മാറ്റി. എത്രയാക്കി മാറ്റി? 50 ഒക്താക്കി മാറ്റി. 50 ഒക്താണ് റസൂലുള്ളയോട് പറഞ്ഞത് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എപ്പോൾ? ഇസ്രായിൻ്റെ രാത്രിയിൽ. ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണല്ലോ. ഇസ്രായിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുംഹൂറിൻ്റെ അഭിപ്രായ പ്രകാരം അവരുടെ വീട്ടിൽ നിന്നിട്ട്, മക്കയിൽ നിന്നിട്ട് എവിടേക്ക് പോയി? മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ബുറാഖിൻ്റെ മീതെ കയറിയും കൊണ്ട്, ബുറാഖ് അല്ലാഹു അഅലം നമുക്കതിൻ്റെ ശൈലിയൊന്നും അറിയുകയില്ല, അവിടെ നിന്ന് പിന്നെ ബുറാഖിൽ കയറിയും കൊണ്ട് മക്കയിൽ നിന്നിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. മസ്ജിദുൽ അഖ്സയിൽ നിന്നിട്ട് പിന്നെ ആ വാനലോകത്തിലേക്ക് ജിബ്രീലിൻ്റെ കൂടെ കയറിപ്പോയി എന്നതാണ് നാം വിശ്വസിച്ച് വരുന്നത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിഗമന പ്രകാരം സഹിയായ അഭിപ്രായം അതാണ്. നബിയുടെ ശരീരം തന്നെയാണ് എന്നതാണ്. എന്നല്ലാതെ നബിയുടെ എന്തല്ല ആത്മാവല്ല. എന്തുകൊണ്ട്? അള്ളാഹു ആ വിഷയം പറഞ്ഞപ്പോൾ ഖുർആനിൽ പറയുന്നത് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി,
അവൻ്റെ അടിമയെ രാപ്രയാണം നടത്തിയവൻ പരിശുദ്ധൻ അത്രേ എന്നാണ്, അടിമ എന്നാണ്, എന്നല്ലാതെ അടിമയ്ക്ക് കിനാവ് കാണിച്ചു കൊടുത്തു എന്നതല്ല. അങ്ങനെ കിനാവ് കാണിച്ചു കൊടുത്ത സന്ദർഭം പറയുമ്പോൾ വേറെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതായ ആ കിനാവിനെ ഞാനത് ശരിയാക്കി സ്ഥാപിച്ചു തരുകയും ചെയ്തു എന്ന ശൈലിയിൽ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അവിടെ കിനാവ് വേറെ, നേർക്ക് നേരെ സംഭവിക്കൽ വേറെ. സംഭവിച്ചതൊക്കെ നേർക്ക് നേരെയാണ് എന്നതാണ് നാം വിശ്വസിച്ചു വരുന്നത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമല്ല, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതവുമല്ല. എന്തുകൊണ്ട്? നാം അതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നവരാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബി, അദൃശ്യ സംഭവങ്ങൾ കൊണ്ട്, കാണാത്ത സംഭവങ്ങൾ കൊണ്ട്, അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് നാം. എന്തുകൊണ്ട്? നമ്മുടെ മുമ്പിൽ സർറഫ്നൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങളെ നാം ഇവിടെ നിരത്തി വെച്ചുകൊണ്ടേ ഇരിക്കുന്നു, വ്യാപകമാക്കിക്കൊണ്ടേ ഇരിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അള്ളാഹു അടുത്ത് കാണിച്ച ഒരു സംഭവമാണല്ലോ നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, സാധാരണ നാം പറയാറുണ്ട് അത്തരം സംഭവങ്ങൾ സന്തോഷം കൊണ്ട് പറയല്ല, പ്രയാസം കൊണ്ട് തന്നെ പറയാണ്. ഏറ്റവും അടുത്ത് സംഭവിച്ചത് എന്താണ്? 2 നിമിഷം വരെ പൂർത്തിയാവാത്ത സന്ദർഭത്തിൽ കിലുങ്ങിയതായ കിലുക്കം എവിടെ? ജപ്പാനിൽ അല്ലേ? 75,000 വീട് തകർന്നു എന്നാണ്, കെട്ടിടങ്ങൾ തകർന്നു എന്നാണ്. ഇതുവരേക്കും 18,000-ഓളം പേരുടെ അഡ്രസ് ഇല്ല, കണ്ടിട്ടേ ഇല്ല അവരെ എവിടെയാണെന്ന്. ആ നാട്ടുകാരനായ ഒരു കുട്ടി ഇന്ന് എൻ്റെ ഓഫീസിൽ വന്നു. ഈ ഭൂകമ്പം സംഭവിച്ച നാട്ടുകാരൻ ചോദിച്ചു, മുസ്ലിങ്ങളുണ്ടോ? പറഞ്ഞു, മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളുടെ കുടുംബം തന്നെ അതിന് തെളിവാണ്, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്. പക്ഷേ അവര് സോനാമിയുടെ ഭാഗത്ത് 1 കിലോമീറ്റർ അകലെ മാത്രമായിരുന്നു. സോനാമി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലുണ്ടായ ഇളക്കം. ആ സമുദ്രത്തിൻ്റെ 1 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു. അള്ളാഹു അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയെന്നും ആ നാട് മുഴുവനും ഇപ്പോൾ കണ്ടാലല്ലാതെ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂല. അതിൻ്റെ കോലം, അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. അത് കാരണത്താൽ ജനങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശാലമായ നാടല്ലേ, എല്ലായിടങ്ങളിലേക്കും ആൾക്കാർക്ക് എത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ കഴിവ് നാം കാണുന്നതാണ്. ഭൂമിയിൽ അവൻ ഉദ്ദേശിച്ചാൽ എന്തും കാട്ടും. ഇങ്ങനെ കാട്ടുന്ന റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസനായ മുഹമ്മദിനെ അവൻ സൃഷ്ടിച്ചതായ അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി എന്നതിൽ അത്ഭുതമുണ്ടോ? ഒരു അത്ഭുതവുമില്ല. അള്ളാഹു അത് കാട്ടി എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടം വരെ എത്തി? സിദ്റത്തുൽ മുൻതഹ വരെ എത്തി. അവിടെ പ്രവേശിച്ച അത്ഭുതങ്ങളൊക്കെ പറഞ്ഞു. 7-ാം ആകാശത്തിലേക്ക് എത്തിയതായ വേളയിൽ, ബൈത്തുൽ മഅമൂറിലേക്ക് കടന്നതായ വേളയിൽ, ആ ബൈത്തുൽ മഅമൂർ എന്ന അത്ഭുത പള്ളി, അത്ഭുത വീട്, അത്ഭുത എന്താണെന്ന് പറയാൻ പറ്റുകയില്ല, അതിൽ ചാരി ഇരിക്കുന്നതായിട്ട് കണ്ടു. ആരെ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ. സിദ്റത്തുൽ മുൻതഹയെ കുറിച്ചിട്ട് അതിൽ എന്തോരം അത്ഭുതങ്ങളാണ് അതിനെ പൊതിയുന്നത്, നിങ്ങൾക്കത് പറഞ്ഞ് കോലപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്നൊക്കെ റസൂല് പറഞ്ഞു. അതും വിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ എവിടേക്കെത്തി? ജന്നത്തുൽ മഅവയിലേക്ക് എത്തി. ജന്നത്തുൽ മൗല എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർ, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ സമർപ്പിക്കുന്നവർ, മരിച്ചു കഴിഞ്ഞാൽ പോകേണ്ടതായ അവരുടെ അഭയകേന്ദ്രമാകുന്ന സ്വർഗലോകം, ആ ലോകത്തിലേക്ക് എത്തി. അതെല്ലാം വിട്ടുകിടന്നു. പിന്നെ റബ്ബുൽ ഇസ്സത്തുമായിട്ട് സംഭാഷണം നടത്തി. അങ്ങനെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സംഭാഷണ വേളയിൽ കൽപ്പിച്ചതായ കൽപ്പനയായിരുന്നു 5 വഖ്ത് നമസ്കാരം. അത് 50 ആയിരുന്നു തുടക്കത്തിൽ. അങ്ങനെ മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനെ താഴെ നിന്ന് മുമ്പ് കണ്ട വാർത്ത നാം പഠിച്ചിട്ടുണ്ട്. ആറാം ആകാശത്തിൽ അവിടെ വീണ്ടും മടങ്ങി വന്നു. അങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് എനിക്ക് പരിചയമുണ്ട്, അവർക്ക് നിങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ട 50 അതിനേക്കാളും വളരെ ചുരുക്കമാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. അത് ചെയ്യാൻ അവരെ കൂട്ടാക്കിയിരുന്നില്ല. ആര്? അഹ്ലി കിതാബികൾ കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഉമ്മത്തുകൾക്കും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കിട്ടാൻ വേണ്ടി അള്ളാഹുമായി, അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. എന്ത്? നമുക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് മുമ്പ് ഞാൻ അയച്ച ഏറ്റവും വലിയ മഹാനായ, എന്നോട് ഭൂമിയിൽ വെച്ചിട്ട് സംസാരിച്ച ഏക വ്യക്തിയായ കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിന് പോലും അവരുടെ സമൂഹത്തെ കൊണ്ട്
നമസ്കരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവർ നമസ്കരിക്കുന്ന കാര്യത്തിൽ പിന്നിലായിരുന്നു. അദ്ദേഹം വരേക്കും നിങ്ങളെ ഉമ്മത്തുകൾക്ക് പ്രയാസമാണ് എന്ന് കണ്ടതായ ആ വിശാലമായ 50 വഖ്തിനെ നിങ്ങൾക്ക് അല്ലാഹു അവൻ്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ 5 ആക്കി കുറച്ചു. പക്ഷെ പ്രതിഫലം കുറച്ചില്ല. 50 പ്രതിഫലം, 50ൻ്റെ പ്രതിഫലം, 5 പ്രവർത്തനം എന്ന്. കാരണം അള്ളാഹിൻ്റെ സ്വഭാവമാണ് എന്ത്? 1-ന് 10 നൽകുക എന്നത്. 1-ന് 10 നൽകുക എന്നത്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, ആരാധന എന്ന വിഷയം പറയുമ്പോൾ നമസ്കാരം ഒഴിവാക്കി വല്ലതും ചർച്ച ചെയ്യുക എന്നത് ആരാധന യഥാർത്ഥത്തിൽ അവഗണന ശൈലിയാണ്. ആരാധനയുടെ മജ്ജ, ആരാധനയുടെ ഹൃദയഭാഗം നാം ചെയ്യുന്ന അമലുകളിൽ. നാം ചെറുപ്പത്തിൽ കേരളത്തിൽ ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടം 45-50 കൊല്ലം മുമ്പ് മുത്തഫരിദി എന്ന ഒരു 10 കിതാബാകുന്ന 12 കിതാബിൻ്റെ അകത്തിൽ ഒരു മുത്തഫരിദി എന്ന പുസ്തകമുണ്ട്. അതിൽ വായിച്ചതായി ഓർക്കുന്നു. അത് ഷാഫി മദ്ഹബ് അനുസരിച്ച് പഠിപ്പിക്കുന്ന ശൈലിയാണ് എന്ത്? അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യതി കുല്ലിഹാ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഏതാണ്? അസ്സലാ, നമസ്കാരമാണ്. നാം ചെയ്യുന്ന അമലുകളിൽ, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലേതാണ്? നമസ്കാരമാണ്. നമസ്കാരത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ള അമൽ നാം ചെയ്യുന്നില്ല. അങ്ങനെയുള്ള നമസ്കാരത്തിൻ്റെ ആ ശ്രേഷ്ഠത പഠിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം അത് നിർബന്ധമായത് ഭൂമിയിൽ വെച്ചിട്ടല്ല. ഏതുപോലെ അതിനു മുമ്പ് നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു ആരാധനയുണ്ട്. അതേതാണ്? ഷഹാദത്ത്. അതേതാണ്? ഷഹാദത്ത്. നമുക്കറിയാമല്ലോ. അതൊക്കെ പഠിച്ച കാര്യമാണെങ്കിലും വിഷയത്തിൻ്റെ പരിപൂർണതക്കും നിങ്ങൾ വാങ്ങാൻ പോകുന്ന കുറിപ്പിൻ്റെ പരിപൂർണതക്കും നല്ലതാണ്. എന്ത്? നാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമായി പഠിക്കുന്നത് 6ഉം 5ഉം 11 കാര്യം അല്ലേ? 5 കാര്യം എന്താണത്? ഇസ്ലാം കാര്യം നാം പഠിക്കുക. 6 കാര്യമോ? അതൊന്നും അറിയാതിരിക്കാൻ പാടില്ലല്ലോ മദീനയിലൊക്കെ താമസിച്ചിട്ട്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, നിങ്ങളെപ്പോലത്തെ ക്ലാസ്സിലൊക്കെ വരാൻ പരിശ്രമിക്കുന്നവർ രക്ഷപ്പെട്ടു. അല്ലാത്തവർ എനിക്ക് പരിചയമുണ്ട്. കോളേജ് വരെ, കേരളത്തിലുള്ള കോളേജ് വരെ പഠിച്ചതായ മലയാളിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ABCD അറിയാത്ത മലയാളിയെ മദീനയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 5 വഖ്ത് നമസ്കാരത്തെക്കുറിച്ചും റക്അത്തിന്റെ എണ്ണത്തെക്കുറിച്ചും അത് നിർബന്ധ ബാധ്യതയാണ് എന്നതും അതുപോലെ നോമ്പ് ബാധ്യതയാണ് എന്നതും അറിയാതെ മുസ്ലിം വേഷധാരി, മുസ്ലിം നാമധാരി, സർട്ടിഫിക്കറ്റ് മാത്രം മുസ്ലിം, അല്ലെങ്കിൽ ജനറൽ സർട്ടിഫിക്കറ്റ് മാത്രം മുസ്ലിം, അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടിരിക്കാം. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി. അൽഹംദുലില്ലാ. ഇവിടെ ഒരു പ്രത്യേക ശ്രദ്ധേയ രൂപത്തിൽ അള്ളാഹ് പഠിപ്പിക്കാൻ വിചാരിക്കുമ്പോൾ അള്ളാഹു ഉപയോഗിച്ചൊരു ശൈലിയാണ്. സാധാരണ ജിബ്രീൽ ഇവിടെ വരൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ എങ്ങനെയാണ്? മലക്കിൻ്റെ കോലത്തിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസമുണ്ട് എന്ത്? ജിബ്രീൽ നിന്നിട്ട് വഹി കേൾക്കാൻ, അല്ലേ? നാം പഠിച്ചു വെച്ച കാര്യമാണ്. എന്നാൽ നമസ്കാരം ഉൾക്കൊള്ളുന്നതായ ഇസ്ലാം കാര്യവും അപ്രകാരം വിശ്വാസപരമായ ഈമാൻ കാര്യവും നമസ്കാരം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഇഹ്സാനും പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചപ്പോൾ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലേക്ക്, നിങ്ങളിരിക്കുന്ന മദീനയിലേക്ക് അയച്ചത് ആരുടെ കോലത്തിലായിരുന്നു? ദിഹിയത്തുൽ കൽബി എന്ന മദീനയിൽ അന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും അതിസുന്ദരനായ ഒരു യുവാവിൻ്റെ കോലത്തിലായിരുന്നു. ദിഹിയത്തുൽ കൽബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പതാക പറപ്പിച്ചുകൊണ്ട് അന്തസ്സുള്ള ജീവിതം നയിക്കാനുള്ള ചുറ്റുപാടിലേക്ക് റസൂലും സഹാബത്തും എത്തിയതായ വേളയിൽ അന്ന് ഭൂമിയിൽ ജീവിച്ച വൻരാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയ ശക്തിയായി അറിയപ്പെട്ടതായ റോമൻ ചക്രവർത്തിക്ക് എഴുത്തയച്ചതായ വേളയിൽ ആ എഴുത്ത് കൊണ്ടുപോയത് ഈ ദിഹിയത്തുൽ കൽബി എന്ന സഹാബിയായിരുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് നമസ്കാരം പഠിപ്പിക്കാൻ, ഇസ്ലാം കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ വന്നപ്പോൾ ആ ദിഹിയത്തുൽ കൽബിയുടെ കോലത്തിലാണ് വന്നത്. അതിസുന്ദരനായ ഒരു മഹാവ്യക്തിത്വത്തിന്റെ കോലത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആ കോലത്തിൽ വന്നിട്ട് പഠിപ്പിച്ചതായ ശൈലി എന്തുകൊണ്ട്? ഈ പഠിപ്പിക്കുന്ന അധ്യാപകൻ പഠിപ്പിക്കുന്ന രംഗത്തിൽ പല കാര്യങ്ങളും ഉപയോഗിച്ചാൽ
ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടി? വിദ്യാർത്ഥി അത് ശരിക്കും ഉൾക്കൊള്ളാൻ വേണ്ടി, വിദ്യാർത്ഥി അത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി, വിദ്യാർത്ഥിയുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ വേണ്ടി, അല്ലേ? ഈ രൂപമാണ് നാം കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകോലത്തിൽ അതിസുന്ദരനായ മനുഷ്യൻ. ഉമർ പറയുന്നു, അദ്ദേഹത്തിൽ ഒരു യാത്രയുടെ അടയാളം വരെയില്ല. ഇപ്പോൾ മണിയറയിൽ നിന്നിട്ട് മുടി ചീർന്നുകൊണ്ട് സുന്ദരനായി പുറത്തിറങ്ങി വന്നതുപോലെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടത്. ചോദിക്കുന്നു, റസൂലുള്ളാഹിയുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ പരിചിതനായ രൂപത്തിലല്ല വരുന്നത്. കയറി വന്നിട്ട് നബിയുടെ മുട്ടോട് അദ്ദേഹത്തിൻ്റെ മുട്ട് ചേർത്തിരിക്കുകയാണ്. അതവോട് കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുട്ടോട് നബിയുടെ മുൻവശത്ത് അതവോട് മര്യാദയോട് കൂടി ഇരിക്കുകയാണ്. പഠിപ്പിക്കും പോലെ അധ്യാപകന്മാരുടെ മുമ്പിൽ വിദ്യാർത്ഥികൾ ഇരിക്കേണ്ടത് മര്യാദയോട് കൂടിയാണ്. അവിടെ കളിയും കോലാഹലവും പാടുള്ളതല്ല, അവിടെ അതബുകേടും മര്യാദക്കേടും പാടുള്ളതല്ല എന്ന് പഠിപ്പിക്കും പോലെ അങ്ങനെ ഇരുന്നതിൻ്റെ ശേഷം ആ മഹാനായ മലക്ക് ജിബ്രീൽ ചോദിച്ച ചോദ്യമായിരുന്നു 3 ചോദ്യം, 4 ചോദ്യം. ഒന്ന് മൽ ഇസ്ലാം, മൽ ഈമാൻ, മൽ ഇഹ്സാൻ, മതസ്സാ. 4 ചോദ്യമാണ്. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, എപ്പോഴാണ് ഖിയാമത്ത് നാള്? സഹോദരന്മാരെ, സഹോദരികളെ, ഇപ്പോഴാണ് ശബ്ദം. അല്പം മുമ്പ് ശബ്ദമില്ല. ശബ്ദം ഇല്ലാതിരിക്കുമ്പോൾ എനിക്കാണ് പ്രയാസം. അതെ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ചോദ്യം ചോദിച്ചതായ ചോദ്യത്തിന് മറുപടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വിശദമായിട്ട് നാം കേട്ടതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ തുടക്കത്തിൽ തന്നെ, മുസ്ലിമിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ഹദീസാണ്. ഞാനിപ്പോൾ നീട്ടി വലിച്ച് പറയുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ച ചോദ്യത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന കർമ്മപരമായ കാര്യങ്ങൾ പറയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്ത് അമലുകളാണ് ഒരു മുസ്ലിമാ വേണമെങ്കിൽ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും പോലെ അതിന് മറുപടിയായിട്ട് അന്തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, നീ സാക്ഷ്യം വഹിക്കുക. അപ്പോൾ ചോദ്യം കർമ്മപരമായ കാര്യമാണ്, അമലാണ്, ശരീരം കൊണ്ട് ചെയ്യുന്നതായ അമലിനെ കുറിച്ച് ചോദ്യം. അതിന് മറുപടി നീ ഷഹാദത്ത് കലിമ ചെല്ലുക. അപ്പോൾ എന്തായി? ഷഹാദത്ത് കലിമ തൊള്ള കൊണ്ട് മാത്രം ചെല്ലിയാ പോരാ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട് അന്തഷ്ഹദ എന്ന വാക്കിൻ്റെ അർത്ഥം നീ ദൃസാക്ഷിയാവുക. എന്തിന്? മുസ്ലിമാണ് എന്നതിലേക്ക്. നിന്നെ കണ്ടാൽ മുസ്ലിമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. നിന്റെ കോലം കണ്ടാൽ, നിന്റെ സമീപനം കണ്ടാൽ, നിന്റെ സ്വഭാവം കണ്ടാൽ, നിന്റെ പെരുമാറ്റം കണ്ടാൽ, നിന്റെ ബിസിനസ്സിലൂടെ, നിന്റെ വ്യാപാരത്തിലൂടെ, നിന്റെ എല്ലാ ജീവിത ശൈലിയിലൂടെ നീ സാക്ഷിയായി മാറണം എന്നാണ്. അന്തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതരാണ്, അള്ളാഹ് നിങ്ങളേക്ക് നിയോഗിച്ച വ്യക്തിയാണ് എന്നതിനും സാക്ഷിയാവണം. അപ്പോഴോ മുഹമ്മദ് കൊണ്ടുവന്നത് മുഴുവനും അത് പ്രവർത്തിക്കേണ്ടി വരും എന്നർത്ഥം. കണ്ടില്ലേ? ചെറിയ 2 പദത്തിലൂടെ ആ വിശാലമായ അർത്ഥം, എത്രയോ മാസങ്ങൾ ക്ലാസ് എടുക്കാൻ പറ്റുന്ന അർത്ഥങ്ങൾ അതിൻ്റെ അകത്ത്. പിന്നെയാണ് നമ്മുടെ വിഷയം അവിടെ പഠിപ്പിക്കപ്പെടുന്നു. നമസ്കാരം നിലനിർത്തുക എന്നതാണ്, നമസ്കാരം സ്ഥാപിക്കുക എന്നതാണ്. നമസ്കാരം നിലനിർത്തുക, സ്ഥാപിക്കുക എന്ന പദപ്രയോഗത്തിലൂടെ എന്ന് പറയാമായിരുന്നു. അറബി ഭാഷ തന്നെയാണ് അതും. നീ നിസ്കാരം വീട്ടുക, അന്തുസല്ലിയ, നീ നമസ്കരിക്കുക, അതൊക്കെ അറബി ഭാഷ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അവിടെ പറഞ്ഞത് 60ഓളം തവണ, 60-ൽ പരം തവണ. ഈ ഖുർആനിൽ 65ഓളം തവണ ഖുർആനിൽ അള്ളാഹു മടക്കി പറഞ്ഞ ഇഖാമ, അഖാമ, ഉഖീമ എന്ന പദമാണ്. എന്തുകൊണ്ട്? അത് കൃത്യമായി ചെയ്യേണ്ടതും എന്ന് മാത്രമല്ല സ്ഥിരമായി ചെയ്യേണ്ടതും, അത് ജമാഅത്തോട് കൂടി പുരുഷന്മാർ പ്രത്യേകിച്ച് ചെയ്യേണ്ടതുമാണ് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ പദപ്രയോഗം ഉപയോഗിച്ചത്. وَأَنْتُقِيمَ الصَّلَاةَ وَتُؤْتِيَ الزَّكَاةَ وَتَصُومَ رَمَضَانَ وَتَحُجَّ الْبَيْتَ مَنِ اسْتَطَاعَ إِلَيْهِ سَبِيلًا أَوْ كَمَا قَالَ عليه الصلاة والسلام. പറയാൻ തുടങ്ങുമ്പോൾ തന്നെ മുമ്പിലിരിക്കുന്ന ജിബ്രീൽ മറുപടി നൽകാൻ തുടങ്ങിയെന്നാണ്. എന്ത്? സദഖ്ത, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. അപ്പോൾ ഉമർ എന്ത് കൂടി ചേർത്തു? അജിബ്നാ ലഹു, ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. യസ്അലുഹു വയുസദ്ദിഖുഹു, അറിയാഭാവം നടിച്ചുകൊണ്ട് മൂപ്പര് ചോദിക്കാണ്. മറുപടി കേൾക്കുമ്പോൾ റസൂൽ പറഞ്ഞത് ശരിയാണെന്ന് എസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മൂപ്പർക്ക് മുമ്പ് അറിഞ്ഞുകൊണ്ടാണല്ലേ? ആണല്ലോ, ആണ്, ശരിയാണെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് മൂപ്പർക്ക് അറിഞ്ഞു? ശരിയാണെങ്കിൽ പിന്നെ എന്താ ചോദിക്കാൻ വന്നത്?
മൂപ്പർക്ക് മുമ്പേ വിവരമുണ്ടെങ്കിൽ എന്ന് ചോദിക്കപ്പെടാമല്ലോ. പക്ഷെ അവിടെ പ്രശ്നം റസൂലുള്ളാഹിന്റെ മറുപടിയിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. മടക്കി വിളിക്കുക ആളെ എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മടക്കി വിളിക്കാൻ വേണ്ടി പോയ ആൾ പറഞ്ഞു, ആളില്ല റസൂലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജിബ്രീൽ, ഇവിടെ വന്നത് ജിബ്രീലായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ കാണാം അദ്ദേഹം വന്നത് എന്തിനാണ്? നിങ്ങൾക്ക് അതാക്കും ലിയുഅല്ലിമക്കും അംറ ദീനിക്കും, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാൻ തന്നെ അറിയുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിലാണല്ലോ നിങ്ങൾ, എന്താ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്നില്ല. ചിലപ്പോൾ അങ്ങനെയാണ്. ചില ആൾക്കാർക്കൊക്കെ ചോദിക്കണമെന്ന് ബുദ്ധിയുണ്ടാവും, പക്ഷേ എന്ത് ചോദിക്കണമെന്ന് അറിയില്ല. എന്തുകൊണ്ട്? മുൻകൂട്ടി ഒരു ധാരണ ദീനെക്കുറിച്ചില്ല, മുൻകൂട്ടി ഒരു വിവരം മതത്തെക്കുറിച്ചില്ല. അതുകൊണ്ട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയുകയില്ല. ആ രൂപമാണ് അന്നത്തെ കാലഘട്ടം. പ്രാഥമിക വിദ്യാഭ്യാസം 1-ാം ക്ലാസ് പോലെ. അതുകൊണ്ട് എന്താ ചോദിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയും ആ ചോദിച്ച ചോദ്യത്തിൽ നിന്നിട്ട് മറുപടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയും. അതാണ് അവരുടെ വരവ് കൊണ്ട് ഉദ്ദേശം. അതിൽ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധിക്കുന്നത് നമസ്കാരം നിലനിർത്തുക എന്നതാണ്. നമസ്കാരം നിലനിർത്തുക എന്ന ഇസ്ലാം കാര്യത്തിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതുപോലെ ഷഹാദത്ത് കലിമ ഇസ്ലാം കാര്യത്തിൽ ഉൾക്കൊള്ളിച്ചതുപോലെ തന്നെ. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഈമാനായിരുന്നു. ഈമാൻ 6 കാര്യം നമുക്ക് മനഃപ്പാടമുള്ളത്. നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ളതായ 6 കാര്യം ഈമാനും പറഞ്ഞു. പിന്നെയാണ് ഇഹ്സാൻ വരുന്നത്. ഇഹ്സാനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ വിശദീകരണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നാം നമസ്കരിക്കുന്ന നമ്മുടെ വിഷയമാകുന്ന സബ്ജക്റ്റാകുന്ന നമസ്കാരത്തിൻ്റെ ഹൃദയഭാഗമാവണം. എന്തുകൊണ്ട്? റസൂലുള്ളാഹിയോട് ജിബ്രീൽ ചോദിച്ചപ്പോൾ റസൂലുള്ള മറുപടി നൽകി. എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹനെ ആരാധിക്കുമ്പോൾ നിന്നെ അള്ളാഹു കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ആരാധിക്കുക. ഫഇല്ലം തകുൻ തറാഹു, നീ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, നിന്നെ അവൻ കാണുന്നുണ്ട്. പറയും പോലെ കാണുക എന്നത് 2 ഭാഗത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഭക്തി ഉണ്ടാവാൻ. കാണുക എന്നത് 2 ഭാഗത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഭക്തി ഉണ്ടാവാൻ. ഒരു ഭാഗത്തുനിന്നുണ്ടായാൽ മതി. ഞാനിതിന് ഉദാഹരണം പറയാറില്ലേ? ഇല്ലേ? എന്താണ്? വാർത്ത വായിക്കുന്ന മനുഷ്യൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാം കാണും ടെലിവിഷനിൽ. അദ്ദേഹം വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ ചുമച്ചുപോയാൽ, ചില നാട്ടുകാർ കുരച്ചു പോയാൽ എന്ന് പറയും. എന്ത് ചെയ്യും അദ്ദേഹം സോറി എന്ന് പറയും അല്ലേ? എന്തിനാ സോറി എന്ന് പറയുന്നത്? മൂപ്പരുടെ മുമ്പിൽ ക്യാമറയാണ്. ആരോടാ സോറി എന്ന് പറഞ്ഞത്? അയാൾക്ക് എന്ത് വിവരമുണ്ട്? അയാളെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് വിവരമുണ്ട് അല്ലേ? അതേസമയത്ത് അയാൾ ജനങ്ങളെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കാഴ്ച ഒരു ഭാഗത്തു നിന്നുണ്ടായാലും ഭക്തിക്ക് അത് മതി എന്ന് പഠിപ്പിക്കുന്നു റസൂലുള്ളാഹി. അതുകൊണ്ട് റസൂൽ പറയുന്നു, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന വിശ്വാസം നിന്നിൽ ഉണ്ടാവണം എന്ന്. വാപ്പാനെ കാണാതെ പുകവലിക്കുന്ന ആള് വാപ്പാന്റെ ശ്രദ്ധയിൽ നിന്നിട്ട് വിടുമ്പോൾ എന്ത് ചെയ്യും? പുകവലിക്കും. വാപ്പ ശ്രദ്ധിക്കുന്നെന്ന് കണ്ടാൽ പുകവലിക്കൂല. വലില്ലാഹിൽ മസലുൽ അഅ്ലാ, അല്ലാഹുവിൻ്റെ ഉദാഹരണം ലോകത്തിലുള്ള ഒരു ഉദാഹരണങ്ങളും അള്ളാഹിനോട് ഉദാഹരണപ്പെടുത്താൻ പാടുള്ളതേ അല്ല, അത് തുല്യതയുള്ളതുമല്ല. ഇവിടെയുള്ള ടെലിവിഷൻ അത് സ്റ്റോപ്പായി പോകാൻ സാധ്യതയുണ്ട്, നിശ്ചലമായി പോകാൻ സാധ്യതയുണ്ട്, പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്, കാണുന്നവർ കാണാതിരിക്കാൻ സാധ്യതയുണ്ട്, പറയുന്നവൻ്റെ ശബ്ദവും നിശ്ചലമായി പോകാൻ സാധ്യതയുണ്ട്. പല തടസ്സങ്ങളുമുണ്ട് ഭൗതിക ഉദാഹരണങ്ങളിൽ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിന്നെ അവൻ കാണുന്നുണ്ട്. അല്ലദീ യറാക ഹീന തഖൂം, നീ നിന്ന് നമസ്കരിക്കുന്ന വേളയിൽ കാണുന്നവനാണവൻ. അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ നീ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ നിന്നെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. റബ്ബ് പറയുന്നു ഖുർആനിൽ. അങ്ങനെയുള്ള റബ്ബാണ്. അപ്പോൾ അവൻ നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ഉറപ്പിലാണ് നാം റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തുണ്ടാകും? ആ ഭയമുണ്ടാകും, ആ ഭക്തി ഉണ്ടാകും. ഈ ഈമാനിൻ്റെ, ഈ വിശ്വാസത്തിൻ്റെ കുറവ് നമ്മളിലുണ്ട്, ഞാനടക്കമുള്ള നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് നാം നമസ്കരിക്കുമ്പോൾ പലതും ചിന്തിച്ചു പോകുന്നത്, നാം നമസ്കരിക്കുമ്പോൾ ഭക്തി കുറഞ്ഞു പോകുന്നത്, നാം നമസ്കരിക്കുമ്പോൾ നമസ്കരിക്കേണ്ടതുപോലെ നമസ്കാരമാവാത്തത്. എന്ത് പഠിച്ചു? നമ്മുടെ വിഷയമാകുന്ന
ഇബാദത്തിൻ്റെ പ്രധാന ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതേതാണെന്ന് പഠിച്ചു, നമസ്കാരമാണെന്ന് പഠിച്ചു. ആ പ്രധാനപ്പെട്ടത് കൊണ്ട് തന്നെ ആ നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് ഭൂമിയിൽ വെച്ചിട്ടല്ല എന്നും പഠിച്ചു. പിന്നെ എവിടെയാണ്? വാനലോകത്തിൽ വെച്ചിട്ടാണ്. ഈ ഭൂമിയിലേക്ക് റസൂല് വന്ന ശേഷമാണ്, റസൂല് വരുന്നതിന് മുമ്പല്ല. പക്ഷേ വിശ്വാസപരമായ കാര്യമെന്ന് നാം പഠിക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം പഠിപ്പിക്കാൻ വേണ്ടി നാം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആദമിൻ്റെ മുതുവിൽ നിന്നിട്ട് പുറത്തിറക്കിയിട്ട് അവിടെ നിന്ന് ചോദ്യം ചെയ്തു. നാം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ, ആരാധിക്കേണ്ടത് അള്ളാഹനെ മാത്രമാണ്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹിനോട് മാത്രമാണ് എന്ന തത്വം പഠിപ്പിക്കാൻ ഇതും നാം പഠിച്ചതാണ്. അപ്പോൾ നാം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് വിശ്വാസം പഠിപ്പിച്ചു. നാം ഭൂമിയിലേക്ക് വന്ന ശേഷം നമസ്കാരം പഠിപ്പിച്ചു. ഭൂമിയിലല്ല, പിന്നെയോ ആകാശത്തിൽ വെച്ചിട്ട്. അപ്പോൾ ആ പ്രത്യേകത ആ രൂപത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ 65 തവണ അഖാമ ഉഖീമ എന്ന പദപ്രയോഗം നടത്തിയും കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറഞ്ഞിട്ടുണ്ട് എന്നും നാം പഠിച്ചു. അത് ജമാഅത്തിലേക്കുള്ള പ്രാധാന്യം പഠിപ്പിക്കാനുള്ള സൂചനയാണ് എന്നും നാം വിശദീകരിച്ചു. അടുത്ത ക്ലാസ്സുകളിലൂടെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് ജമാഅത്തിനെ കുറിച്ചും അതിലുള്ള മസായിലുകളെ കുറിച്ചും വുദൂഇനെ കുറിച്ചും അതിലുള്ള മസായിലുകളെ കുറിച്ചൊക്കെ പഠിക്കാം. അതെ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ മിഅ്റാജും ഇസ്റാഉം നടന്ന രാത്രിയിലാണ് നമസ്കാരം വാനലോകത്തിൽ വെച്ചിട്ട് നിർബന്ധമായത്. പറയും പോലെ നമസ്കരിച്ചവർക്ക് പോകേണ്ടതായ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ, ജന്നത്തുൽ മഅ്വയുടെ അടുത്ത് വെച്ചിട്ട് ജിബ്രീലിനെ ഒറിജിനൽ കോലത്തിൽ കണ്ടതാണത്. ഏത്? തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന ദിവസത്തിൽ ജിബ്രീലിനെ അല്ലാഹു ഒറിജിനൽ കോലത്തിൽ കാണിച്ചു കൊടുത്തു. 600 ചിറകിൻ്റെ ഉടമയാണ് ജിബ്രീൽ എന്ന് നാം പഠിച്ചു അല്ലേ? അന്ന് കണ്ടത് ഒറിജിനൽ കോലത്താണ്. അതിൽ ഒരു ചിറക് വിടർത്തിയാൽ അന്തരീക്ഷം മൂടിപ്പോകും, അന്തരീക്ഷത്തിൽ വെളിച്ചമില്ലാതെയായി മാറും. അത്രയും വലുതാണ് ഒരു ചിറക്. നാം പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ള ചിറക് കൊണ്ടാണ് ഭൂമിയെ അട്ടിമറിച്ചത് ജിബ്രീലും ജിബ്രീലിനെ പോലത്തതായ മാലാഖമാരും. മസ്നാ വസുലാസ ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ. ഖുർആൻ പറയുന്നു, മാലാഖമാര് ചിറകുകളുടെ ഉടമകളാണ്. അവർക്ക് 2 ഉണ്ട് ചിറകുകൾ, 3 ഉണ്ട്, 4 ഉണ്ട്. പിന്നെ അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. ഖുർആൻ പറയാണ് ചിറകുകൾ ഉണ്ട് ആർക്ക്? മലക്കുകൾക്ക് എന്നത്. മലക്കുകൾ പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ജിബ്രീലിനെ കുറിച്ച് മഹാനായ റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വന്നജ്മി സൂറത്തിൽ ആ റസൂലുള്ളാഹി മെറാജ് രാത്രിയിൽ നമസ്കാരം നിർബന്ധമാക്കപ്പെടാൻ വേണ്ടി അള്ളാഹ് ക്ഷണിച്ചു കൊണ്ടുപോയതായ രാത്രിയിൽ അതേ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം ഇഖ്റാ ബിസ്മി റബ്ബിക, റബ്ബിൻ്റെ നാമം പഠിക്കണം, റബ്ബിനെ പരിചയപ്പെടണം എന്നതായ വാക്ക് പഠിപ്പിച്ചുകൊണ്ട് ജിബ്രീലിനെ ഇറക്കിയതായ വേളയിൽ ആ ജിബ്രീലിൻ്റെ ഒറിജിനൽ കോലം കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹ് ആ റസൂലിൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയതുപോലെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി, നമസ്കാരം നിർബന്ധമാക്കാൻ വേണ്ടി സിദ്റത്തുൽ മുൻതഹ വരെ, 7-ാം ആകാശം വരെ കൊണ്ടുപോയതായ വേളയിൽ അള്ളാഹു പറയുന്നു ഖുർആനിൽ എന്ത്? അവിടെയും എന്ത് ചെയ്തു? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറിജിനൽ കോലത്തിൽ കാണുകയുണ്ടായി. അവിടെ വെച്ചിട്ട് ജിബ്രീലിനെ ഒറിജിനൽ കോലത്തിൽ കണ്ടു എന്നാണ്. ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. എന്താണ് അതിനു മുമ്പ്? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ. ഞാൻ അന്വേഷിക്കുന്ന ആയത്ത് കിട്ടി, ബേജാറണ്ട. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹ. വലഖദ് റആഹു, മുഹമ്മദ് ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അവിടെ കണ്ടതല്ലാതെ എവിടെ? സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചിട്ട് കണ്ടതല്ലാതെ വേറെയും കാഴ്ച കണ്ടിട്ടുണ്ട് എന്നതിൽ നിന്നിട്ട് സൂചന. വലഖദ് റആഹു
നസ്ലതൻ ഉഖ്റ, രണ്ടാമതൊരു തവണ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കാണുകയുണ്ടായി. ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ പരിസരത്തിൽ വെച്ചിട്ടപ്പോൾ അതിലെന്തുണ്ട് സൂചന? മുമ്പൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അതെവിടെയാണ്? അത് വേറെ ആയത്തിലൂടെ നാം പഠിച്ചതാണ്, മക്കയിൽ വെച്ചിട്ട് കണ്ടതായ വാർത്ത. നമ്മുടെ വിഷയം എന്താണ്? ഈ പ്രാധാന്യം മനസ്സിലാക്കലാണ്. ഏത് പ്രാധാന്യം? നമസ്കാരമെന്ന് നാം പറയുന്ന, നാം അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്ന, ചിലപ്പോൾ നമസ്കാര സമയത്ത് നാം കിടന്നുറങ്ങി അത് ഒഴിവാക്കി കളയാൻ വരെ കാരണമായി തീരുന്നതായ ഈ നമസ്കാരത്തെ നിർബന്ധമാക്കാൻ വേണ്ടി സിദ്റത്തുൽ മുൻതഹ വരെ കൊണ്ടുപോയിട്ട് ആ സംഭവം ലോകം മറക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടിയിൽ അത്ഭുത സൃഷ്ടിയായ ജിബ്രീലിൻ്റെ ഒറിജിനൽ കോലത്തിൽ അവിടെയും കാണിച്ചു കൊടുക്കുന്നു. എവിടെ? സ്വർഗത്തിൻ്റെ പരിസരത്തിൽ. അതെ, 178ഓളം ആയത്തുകൾ, ഹദീസുകൾ ഈ വിഷയത്തിൽ സലാത്ത് എന്ന പദപ്രയോഗം നടത്തിയും കൊണ്ട് സഹീഹ് ഹദീസ് തന്നെ പെട്ടെന്നുള്ള നോട്ടത്തിൽ കാണാൻ സാധിച്ചു. 178ഓളം ഹദീസുകൾ. പിന്നെ സലഫ് സാലിഹ്ങ്ങളുടെ പ്രവചനങ്ങൾ, സ്ത്രീകൾ ശരിക്കും കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ അവർ വിവരം തരട്ടെ. സലഫ് സാലിഹ്ങ്ങളുടെ പ്രവചനങ്ങൾ ദശക്കണക്കിൽ അറ്റമില്ലാത്തത് കാണാവുന്നതാണ്. ഈ നമസ്കാരം ഈ പ്രാധാന്യം നൽകപ്പെട്ടത് കൊണ്ട് തന്നെ അതിനെ ഒരാൾ നിലനിർത്തുമ്പോൾ അദ്ദേഹം മതത്തെ നിലനിർത്തിയ ആളായി മാറുന്നു. അതിനെ ഒരാൾ നിലനിർത്താതിരിക്കുമ്പോൾ മതത്തെ തകർത്തിയാളായി മാറുകയും ചെയ്യുന്നു. മീത ശബ്ദമില്ല. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന സബ്ജക്റ്റ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇബാദത്ത് എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമസ്കാരം എന്ന സബ്ജക്റ്റിനെ നീട്ടി വലിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഇബാദത്ത് എന്ന വിഷയം തന്നെ പറയുമ്പോൾ നമുക്ക് സക്കാത്ത്, അതുപോലെ നോമ്പ്, അതുപോലെ പല കാര്യങ്ങൾ പറയാൻ ശേഷിക്കുന്നുണ്ട്. നമുക്ക് മദീനയിലും മക്കയിലും താമസിക്കുന്ന വിഭാഗത്തിനുള്ള ഒരു പ്രത്യേകതയാണ്, നന്മയാണത്. പെട്ടെന്ന് പല സീസണുകൾ വരും. അപ്പോൾ നമ്മുടെ വിഷയം പരിപൂർണമാവാതെ വരും, നിർത്തേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ നീട്ടി വലിച്ച് പറയാനും സാധിക്കുന്നതല്ല. ഒരു വർഷത്തിൽ ഏറ്റവും കൂടിയാൽ കൃത്യമായി ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ 1-2 ക്ലാസ് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ ഒരു 40 ക്ലാസ് ആയിരിക്കും നമുക്കൊരു വർഷത്തിൽ ഒരു വിഷയത്തിൽ കിട്ടുക. ഒരു ക്ലാസ് അല്ലേ? അങ്ങനല്ലേ? 10 മാസത്തിൽ 40 ക്ലാസ്, ഒരു മാസത്തിൽ 4 ക്ലാസ് വീതമാണെങ്കിൽ അല്ലേ? അങ്ങനെയായിരിക്കും ഏകദേശം. അപ്പോൾ നാം ഇബാദത്തിന് എത്ര കാര്യങ്ങൾ ഇബാദത്തിൽ പറയാനുണ്ട്, അത് മുഴുവനും ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിനും നൽകേണ്ട അവകാശം കൊടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ അത് തികയുകയില്ല. എന്ന് മാത്രമല്ല, ഇവിടെ എല്ലാവരും സ്ഥിരതാമസക്കാരല്ല. നാം ഇവിടെ താമസിക്കുന്നവർ തന്നെ പ്രവാസികളാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ താമസിക്കുന്നവരൊക്കെ പ്രവാസികളാണ്. ഇവിടെ തൽക്കാലം താമസിക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഈ താമസിക്കുന്ന യുഗത്തിൽ, കാലത്ത്, സൗദി അറബിയിലാവട്ടെ എവിടെയാവട്ടെ, അല്പസമയത്തിലൂടെ നമുക്ക് എന്ത് ചെയ്തു കൂട്ടാൻ പറ്റും, എന്ത് പഠിക്കാൻ പറ്റും. പക്ഷേ പണ്ടുള്ളവർക്കൊക്കെ ഇന്നുള്ള പ്രത്യേകതയില്ല, വേറൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? ടൈമിൽ ബർക്കത്തുണ്ടായിരുന്നു. ഇന്നുള്ളവർക്ക് യന്ത്രങ്ങളും മാധ്യമങ്ങളും സൗകര്യങ്ങളും കൂടുതലാണ്, ടൈമിൽ ബർക്കത്തില്ല. അതുകൊണ്ട് തന്നെ ടൈമിൽ ബർക്കത്തില്ലാത്തത് കൊണ്ട് ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നോക്കൂ, ഒരു അമേരിക്കൻ ഫിലിം കാണാൻ തന്നെ 2.5 മണിക്കൂർ, ഒരു ഗുസ്തിക്ക് 1.5 മണിക്കൂർ പോയില്ലേ ടൈം? പിന്നെ എവിടെയാണ് ബാക്കിയുള്ളത്? പിന്നെ എവിടെയാണ് നിസ്കാരം പഠിക്കാൻ സമയം ബാക്കിയുള്ളത്? പിന്നെ നമസ്കരിച്ച് കൂട്ടുന്ന കാര്യം അല്ലാഹ് പറഞ്ഞതായ നീ രാത്രി നിന്ന് നമസ്കരിക്കുന്ന കാഴ്ച വേളയിൽ നിന്നെ അവൻ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാഴ്ച കാണാൻ നമ്മളിലുണ്ടോ? നാം അത് റബ്ബിന് കാണിച്ചു കൊടുക്കാറുണ്ടോ? നാം രാത്രി നിന്ന് നമസ്കരിക്കാറുണ്ടോ? രാത്രി നിന്ന് നമസ്കരിക്കല്ല, ഇരുന്ന് കാണല. ടൈം മുഴുവനും അല്ലെങ്കിൽ നല്ലൊരു ഭാഗം ടൈം
കൺട്രോൾ ചെയ്യാൻ പറ്റാത്രയും കൺട്രോളുമായിട്ട് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, മാഫി ചെയ്യട്ടെ. അത് തന്തയാണെങ്കിലും തള്ളയാണെങ്കിലും സമം. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ തന്ത തളന്നൊക്കെ പറഞ്ഞ് ചീത്തൊന്നും പറയല്ല. റസൂലുള്ളാഹിന്റെ ശൈലിയാണ്. വയസ്സ് കൂടിയ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് 10 മടങ്ങ് ശിക്ഷ കിട്ടും. 40 വയസ്സായി ഒരാൾ തൗബ ചെയ്തിട്ട് റബ്ബി ഇന്നി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, നീ 40 വയസ്സ് വരെ ജീവിക്കാനുള്ള ആരോഗ്യവും വയസ്സും അയസ്സും തന്ന നിനക്ക് ഞാനിതാ നന്ദി പ്രകടിപ്പിക്കാൻ എനിക്ക് തൗഫീഖ് ചെയ്യണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അതുമുതൽ തൗബ ചെയ്യാൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ അവന് ഗതികെട്ടവനാണ്, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ അള്ളാഹിന്റെ ലിസ്റ്റിൽ ഒന്നുമല്ല. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضى وأصلح لي في ذريتي إني تبت إليك وإني من المسلمين എന്ന പദം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരാൾ 40 വയസ്സാകുമ്പോൾ തന്നെ എന്നാണ് റബ്ബ് ഖുർആനിൽ പറയുന്നത്. റസൂല് പറയുന്നു, ഒരാൾ 60 വരെ ജീവിച്ചിട്ട് എന്നിട്ടും അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ് അവനിട്ട് കൈ പൊക്കി എന്ന ശൈലിയാണ്. ഇനി അവരുമായിട്ട് ബന്ധമില്ല, നീ നിന്റെ പാട്ടിൽ പോയിക്കോ എന്ന് പറയും പോലെ. എന്നാ പറയുന്നത്. ഇനി എൻ്റെ വഴി നിനക്ക് ഈ 60 വയസ്സായിട്ട് വരേക്കും നിനക്ക്, അതെ 70 വയസ്സായി വ്യഭിചരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ ലോഡ്ജുകളിൽ അനാചാരത്തിന് വേണ്ടി കൊണ്ടുപോയി കള്ള് കുടിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ മരിച്ചതായ വ്യക്തിയുടെ കഥ നാം വായിച്ചു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ആ പെണ്ണുങ്ങളെ എത്രയോ വർഷങ്ങൾ വ്യഭിചരിച്ചിട്ട് അവരുടെ അഭിമാനത്തെ പിച്ചിച്ചിന്തിയ വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ. കാരണം മൂപ്പന് വേണം അവർക്ക് ജീവിക്കണമെങ്കിൽ എന്നതുകൊണ്ട് അവസാനം അവർ കൊന്നതാണ്. ഞരമ്പ് വെവ്വേറെ, അവയവം വെവ്വേറെ കഷ്ണിച്ചിട്ട് 70 വയസ്സിന് ശേഷം വരേക്കും വ്യഭിചാരം ഒഴിവാക്കാൻ മൂപ്പർക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയും ഉണ്ടാവാറുണ്ട് മനുഷ്യന്മാർ. ശ്രദ്ധിക്കണം. വയസ്സ് കൂടുന്തോറും ചെയ്യുന്ന തെറ്റുകൾക്ക് റബ്ബിനെടുക്കൽ കട്ടികൂടും. വയസ്സ് കുറയുന്ന വേളയിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് റബ്ബിനെടുക്കൽ കട്ടികൂടും. തെറ്റി മനസ്സിലാക്കരുത്, സ്പീഡിൽ പറഞ്ഞു പോയി അല്ലേ. വയസ്സ് കുറയുന്ന വേളയിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ കട്ടികൂടും. ഷാബുൻ നശാ ഫീ ഇബാദത്തില്ലാഹ്. ഇത് ഷാബുൻ നശാ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാന്റെ ആരാധനയിൽ മുഴുകിയും കൊണ്ട് ചെറുപ്പത്തിലേ വളരുന്നതായ യുവാവ്. ഇത് തണലില്ല കാലഘട്ടത്തിൽ അർശിന്റെ തണലിൽ റബ്ബ് തണലിടുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. യുവാവ് യുവത്വം തൊളുമെന്ന സമയം അതിന് നേരെ മറിച്ചാണ് ആദ്യം കേട്ടത്. അതുകൊണ്ടാണ് അസ്സയ്യിബു സാനി, അല്ലെങ്കിൽ ഷെയ്ഖ്, സാനിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാലോ കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആസ്വദിക്കാൻ ചാൻസ് കിട്ടിയ ശേഷം പിന്നെയും അന്യ സ്ത്രീകളെ അഭിമാനത്തെ പിച്ച് ചിന്ത നടക്കുക മഹാപാപമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ ഇഞ്ചിഞ്ചായി അവരെ ഭൂമിയിൽ നിന്നിട്ട് തന്നെ ആസ്വദിപ്പിക്കണം ശിക്ഷ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് എറിഞ്ഞു കൊല്ലാൻ കേൾപ്പിക്കപ്പെട്ടത്. ആരെ? കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് വ്യഭിചരിച്ചതെങ്കിൽ. സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ട് നാം ഇത് പറയുമ്പോൾ ഈ നമ്മുടെ സബ്ജക്റ്റ് ആകുന്ന നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, ധാരാളം ആയത്തുകൾ, ധാരാളം ഹദീസുകൾ നമുക്ക് ഓതാമെങ്കിലും ചില പോയിന്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങളിപ്പോൾ ഇതുവരെ കേട്ടതല്ലാതെ അതിൽപ്പെട്ടതാണ് ഈ നമസ്കാരം. മറ്റു ഉമ്മമുകൾ നമ്മോടുകൂടി ഇതിൽ മുഷ്തരിക്കീങ്ങളാണ്, നമ്മോടുകൂടി ഇതിൽ പങ്കാളികളാണ്. നമുക്ക് മാത്രമുള്ള കുത്തകയല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഓതിയതായ ആയത്ത് കുറിക്കുന്നത്. എന്ത്? ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന ഒമാ ഉമിറൂ, മുമ്പ് ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ, അല്ലാഹനെ മാത്രം ആരാധിക്കാനല്ലാതെ, ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി അള്ളാഹ്ക്ക് മാത്രം ദീനിനെ, മതത്തെ സ്ഥാപിച്ചുകൊണ്ട് ആ സമർപ്പണ ബോധത്തോടു കൂടി ജീവിക്കണമെന്നായിരുന്നു അഹ്ലു കിതാബുകളോട് കൽപ്പിക്കപ്പെട്ടത്. മുമ്പുള്ള നബിമാരെല്ലാം അവരുടെ ഉമ്മത്തുകളോട് കൽപ്പിച്ചത് നമ്മുടെ വിഷയം.
അവരോടെല്ലാം എന്ത് പറഞ്ഞിരുന്നു? ഈ ദീനുൽ ഹനഫിയ എന്ന് പറയുന്ന ഈ നിഷ്കളങ്കതയോട് കൂടി ചെയ്യേണ്ടതായ സ്വീകരിക്കേണ്ടതായ മതത്തെ അംഗീകരിക്കുന്നവരായി മാറുന്നതോടൊപ്പം അവരോട് കൽപ്പിക്കപ്പെട്ടതാണ് നമസ്കാരം പരിപൂർണമായി അവരോട് സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടു. സക്കാത്ത് നിർബന്ധമായി കൊടുക്കണമെന്നും മുമ്പുള്ള ഉമ്മകളോട് കൽപ്പിക്കപ്പെട്ടു. ദാലിക ദീനുൽ ഖയ്യിമ, ഇതാണ് കൂട്ടരെ ചൊവ്വായ മതം, ഇതാണ് കൂട്ടരെ അള്ളാന്റെ മതം. കേട്ടില്ലേ? അപ്പോൾ പണ്ടുള്ള നബിമാർക്കെല്ലാം അള്ളാഹു നിർബന്ധമാക്കിയതായ ഒരു ബാധ്യത ആയിരുന്നു നമസ്കാരം എന്നതാണ്. നിങ്ങൾ ഈ കേട്ടതായ ആയത്തിൽ നിന്നിട്ട് നാം പഠിച്ചതായ ഭാഗം. അതുകൊണ്ട് നമുക്ക് പുത്തനല്ല, എന്താ അള്ളാഹ് നമ്മെ പ്രയാസപ്പെടുത്തുന്നെന്ന് പറയാനില്ല എന്ന് മാത്രമല്ല, നമുക്ക് എളുപ്പമാണ്. അന്നുള്ളവരുടെ ശുദ്ധീകരണ രൂപം നമ്മുടെ ശുദ്ധീകരണ രൂപമല്ല, അന്നുള്ളവരുടെ വധുവിൻ്റെ രൂപം നമ്മുടെ വധുവല്ല. അവർക്ക് നമുക്കുള്ളതുപോലെ വധുവിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ തേമം ചെയ്താൽ പോരാ. കാരണം അവർക്ക് ചെയ്തു കൊടുക്കാത്തതായ പ്രത്യേകത നമുക്കല്ല ചെയ്തു തന്നു. അതെന്താണ്? റസൂൽ പറയുന്നു, ഭൂമി ആസകലം ശുദ്ധിയുള്ളതാക്കി എനിക്ക് റബ്ബ് മാറ്റി തന്നു. എവിടെയും നമസ്കരിക്കാം, എവിടെയും തേമം ചെയ്യാം. ഭൂമിയിലേക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അടിച്ചിട്ട് തേമം ചെയ്ത് ശുദ്ധീകരിച്ചാളായി മാറുന്നതോടുകൂടി അള്ളാഹ് സ്വീകരിക്കാമെന്ന് ഏറ്റെടുത്താൽ പോരെ. നിങ്ങൾക്ക് വധുവിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ, കുളിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ അടിച്ചുകൊണ്ട് മണ്ണിലേക്കോ അല്ലെങ്കിൽ ഭൂമിയിലേക്കോ അടിച്ചുകൊണ്ട് നിങ്ങൾ തേമം ചെയ്താൽ ഞാനത് അതിന് പകരം സ്വീകരിക്കുമെന്നുള്ള ഏറ്റെടുത്തു. അത് മറ്റുള്ളവരിൽ നിന്നിട്ട് ഏറ്റെടുത്തിട്ടില്ല. അത് ഭാഗ്യമല്ലേ? അത് പ്രത്യേകതയല്ലേ? മനസ്സിലാക്കണം. അപ്പോൾ അന്നുള്ളവർക്ക് എന്തുണ്ടായിരുന്നു? നമസ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കുള്ള പ്രത്യേകതകൾ അവർക്കില്ല എന്ന് മാത്രമല്ല, ആ കാര്യം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നീട്ടിവലിച്ചെല്ലാം പറയുന്നില്ല, ചില ഉദാഹരണങ്ങൾ മാത്രം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ, എന്നിട്ടോ ഫനാദതുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബി. യഹ്യ നബി അലൈഹിസ്സലാമിന് സന്താനമില്ലാതെയായപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? നമസ്കരിക്കുന്ന വേളയിൽ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ നിസ്കാര സ്ഥലത്ത് എന്നുള്ള അർത്ഥത്തിലേക്ക്. എന്നല്ലാതെ നമുക്കിപ്പോൾ കോലുള്ളതായ രൂപത്തിലുള്ള ഇങ്ങനെ അകത്തേക്ക് തുറന്നു കിടക്കുന്ന സാധനമല്ല മെഹ്റാബ് എന്നുള്ളത്, മനസ്സിലായില്ലേ? നമസ്കരിക്കുന്നതായ സൗമ്യത്ത് റൂം, പള്ളി. അദ്ദേഹം മെഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കവേ അള്ളാഹനെ വിളിച്ചു. ഫനാദതുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ബിൽ മിഹ്റാബി അന്നല്ലാഹു യുബശ്ശിറുക. ആ മലക്കുകൾ വിളിച്ചിട്ട് പറഞ്ഞു, അവരെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് വിളിച്ചു പറഞ്ഞു? അന്നല്ലാഹു യുബശ്ശിറുക ബി യഹ്യ, നിങ്ങൾക്ക് ഈ യഹ്യയെ അള്ളാഹ് നൽകിയിരിക്കുകയാണ് എന്ന് സന്തോഷവാർത്ത നൽകി. അപ്പോൾ അദ്ദേഹം നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് സന്താനം കിട്ടിയത്. അപ്പോൾ നാമും എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ എന്ത് വേണം? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞതുപോലെ തന്നെ വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തിനെയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്? നമസ്കാരത്തെയാണ്. റസൂലുള്ളാഹി വല്ല ഇദാ ഹസബഹു അംറുൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്ത് ചെയ്യും? നമസ്കാരത്തിലേക്ക് ചെല്ലും. എന്നിട്ട് ഇത് ബിലാലിനോട് പറയും, വിളിക്ക് ജനങ്ങളെ. എന്നിട്ട് റസൂൽ നമസ്കരിക്കും. പ്രശ്നമുണ്ടാകുമ്പോൾ റസൂൽ നമസ്കരിക്കലാണ്. ബിലാൽ, ഹൃദയത്തിന് സമാധാനം ഉണ്ടാക്കൂ ബിലാലെ നമസ്കാരത്തിലൂടെ. അപ്പോൾ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവൽ എന്തിലൂടെയാണ്? നമസ്കാരത്തിലൂടെയാണ്. റസൂൽ പറയുന്നു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ. മറന്നിട്ടില്ലല്ലോ ഹദീസ്? ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിൽ നിന്നിട്ട് എനിക്ക് അള്ളാഹു ഇഷ്ടപ്പെടുത്തി തന്നത് അത്തീബു, സുഗന്ധ ദ്രവ്യങ്ങളെയാണ്. സുഗന്ധങ്ങൾ, പുഷ്പങ്ങൾ, എതറുകൾ, മനസ്സിലായില്ലേ? എന്നല്ലാതെ സ്പ്രേ അല്ല. ഈ കൂറനെ കൊല്ലാനും സ്പ്രേ, നമ്മുടെ തടിയിലേക്കും സ്പ്രേ, അതല്ല, മനസ്സിലായില്ലേ? അത്തറുകളാണ് പണ്ട് തന്നെ റസൂൽ ഉപയോഗിച്ചു. എത്രത്തോളം ചരിത്രകാരന്മാർ പറയുന്നു, റസൂല് തന്നെ പണ്ട് ഉപയോഗിച്ചതായ അത്തർ ഇന്ത്യയിൽ നിന്നിട്ട് ആസാമിൽ നിന്നിട്ടൊക്കെ വരാറുള്ളതായ ഊതായിരുന്നു എന്നിവരെ ചരിത്രകാരന്മാർ പറയുന്നുണ്ടാവാം.
പണ്ടേ അറിയപ്പെട്ടതാണ് ഊദ്. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വരുന്ന ഊദ് അറബ്യയിൽ ഏതുപോലെ നമ്മുടെ നാട്ടിൽ വരുന്നതായ വാളുകളെ അതുപോലെ ഇരുമ്പുകളെ കുറിച്ച് അറിയപ്പെടും പോലെ റസൂല് പറയുന്നു, എനിക്ക് ഈ ഭൂമിയിൽ ഇഷ്ടപ്പെടുത്തി തന്നത് അള്ളാഹു ഒന്ന് തീബിനെയാണ്, മറ്റൊന്ന് അള്ളാഹു അനുവദിച്ചതായ അവരുടെ ഭാര്യമാർ. അവർ നബി ആയതോടുകൂടി കല്യാണം കഴിക്കുന്നുണ്ട്. നബിയാണ്, കല്യാണം കഴിക്കുന്നു. ജിബ്രീലുമായി ബന്ധപ്പെടുന്ന, അതിനു മുമ്പ് അള്ളാഹുമായി ബന്ധപ്പെടുന്ന മനുഷ്യനാണ്, കല്യാണം കഴിക്കുന്നു. അതെന്തുകൊണ്ട്? അള്ളാഹ് എനിക്ക് ആ സ്നേഹം ഇട്ടു തന്നു, ശഹവത്ത് ഇട്ടു തന്നു. പക്ഷേ അതെല്ലാം എനിക്ക് സ്നേഹം ഇട്ടു തന്നു എന്നത് മാത്രമാണ്. എൻ്റെ കൺകുളിർമ നമസ്കാരത്തിൽ മാത്രമാണ്. എനിക്ക് കൺകുളിർമ വേണമെങ്കിൽ, ഹൃദയശാന്തി വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? ശരിക്കുള്ള ഏകാന്തത റബ്ബിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു പറക്കും പോലെ തോന്നണം. അങ്ങനെയാണ് സലഫ് സാലിഹ്യങ്ങൾക്ക് തോന്നിയത്. നമുക്കത് തോന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളെക്കുറിച്ചല്ല, ഇന്നുള്ള ബഹുഭൂരിപക്ഷത്തിൻ്റെ സ്ഥിതി അതാണ്. ഞാൻ അടക്കമുള്ള മനുഷ്യന്മാരുടെ സ്ഥിതി അതാണ്. നമുക്ക് ആസ്വാദനമില്ല നമസ്കരിക്കുമ്പോൾ. ഈമാനിന്റെ ആസ്വാദനം ആസ്വദിച്ചു എന്ന് റസൂല് പറയുന്നു. അത് നമുക്കുണ്ടാവാറില്ല. അതുകൊണ്ട് റസൂൽ അവിടെ പറയുന്നത് എന്ത്? അരിഹനാ ബിഹാ യാ ബിലാൽ, ഒന്ന് ശാന്തിയും സമാധാനവും നമസ്കാരത്തിലൂടെ നേടിയെടുക്കണം. അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാമെന്ന് പറയും. എന്തൊക്കെ പ്രശ്നമുണ്ടായാൽ നമസ്കാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായില്ലേ? റാവന്തി ഇബ്നു റാവന്തി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്ന ആയിരിക്കും, ഒരു സിന്ദീഖാണ്. അതെ, സിന്ദീഖ് എന്ന് പറഞ്ഞാൽ മതം പൊട്ടിയവൻ, മതനിഷേധി, നീതീശ്വരവാദി, നിർമ്മതവാദി, യുക്തിവാദി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നാം. എന്നതുപോലെയുള്ള ഒരു ഇബ്നു റാവന്തി മൂപ്പര് ധാരാളം കല്യാണം കഴിക്കും, ധാരാളം വാസനദ്രവ്യങ്ങൾ ഉപയോഗിക്കും. ചോദിക്കപ്പെട്ട് എന്തോടോ നീ ഇതിങ്ങനെ കാട്ടുന്നു? അപ്പോൾ മൂപ്പര് ഈ ഹദീസ് ഓതിയെന്നാണ്. റസൂലുള്ളാഹിക്ക് വളരെ ഇഷ്ടമായിരുന്നു വാസനദ്രവ്യം, റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു സ്ത്രീകൾ, അതുകൊണ്ടാണ് ഞാനിത് കാട്ടുന്നത്. അപ്പോൾ മൂപ്പരോട് ചോദിച്ച്, എന്താ പിന്നെ നീ നമസ്കരിക്കാത്തത്? ഒരേ ഹദീസിലല്ലേ നമസ്കാരം? തൊട്ട് റസൂല് പറഞ്ഞു, ജുഇലത ഖുർറത ഐനി ഫിസ്സലാ, നമസ്കാരത്തിലാണ് എനിക്ക് ഹൃദയത്തിൽ കൺകുളിർമ, എൻ്റെ കൺകുളിർമയും ഹൃദയശാന്തിയും സമാധാനവും ഉണ്ടാവുക എന്ന് ഹദീസിൽ തന്നെ ഇല്ലേ എന്ന് പറയപ്പെട്ടു. അപ്പോൾ മൂപ്പരുടെ മറുപടി എന്തായിരുന്നു? ഞാൻ നമസ്കരിക്കുകയും കൂടി ചെയ്താൽ ഞാൻ നബിയാവൂലേ? എൻ്റെ കൂടെ തന്നെയല്ലേ നിങ്ങൾ? ഞാൻ നമസ്കരിക്കും കൂടി ചെയ്താൽ ഞാൻ പിന്നെ നബിയാവൂലേ? മൂപ്പര് നബി ആയതുകൊണ്ട് നമസ്കരിക്കുന്നു, ഞാൻ നബിയല്ല, അതുകൊണ്ട് ഞാൻ പെണ്ണും വാസനദ്രവ്യങ്ങൾ മാത്രമായിട്ട് കൂടുന്നു എന്ന് തോന്നിയാസി പറഞ്ഞു എന്നാണ്. അങ്ങനെയുണ്ടായിരുന്നു മനുഷ്യന്മാർ. എത്ര ആസൈസ് ആൾക്കാരെ തൂക്കുമരത്തിൽ കയറ്റി നമ്മുടെ ഖുലഫാകൾ, നമ്മുടെ നേതാക്കൾ. എവിടെ? ഇറാഖിലും അതിൻ്റെ പരിസരത്തിലും അപകടം വന്നത് അവിടെയാണ്, ഇപ്പോഴും അവിടെ തന്നെയാണ്. ഏത്? ഇറാൻ ഇറാഖ് ഭാഗത്തിലാണ് അപകടങ്ങളുടെ നാടെന്ന് മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് ആ ഭാഗത്തിലേക്ക് കൈ ചൂണ്ടിയും കൊണ്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഖിയാമത്ത് നാൾ വരെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്ന ഭാഗം പിശാചിൻ്റെ കൊമ്പ് അവിടെയാണ് എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെയാണ് ഇത് ഗ്രീക്കുകാരും അല്ലാത്തതായ മതം പൊട്ടിയവരൊക്കെ ഒരുമിച്ച് കൂടി ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പഴയ കാലഘട്ടത്തിലേ പരിശ്രമിച്ചതായ നാട്, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാട്. ആ ഭാഗത്ത് ജീവിച്ച മനുഷ്യൻ്റെ കോലമാണ് നിങ്ങൾ കേട്ടതും. അതുകൊണ്ട് നാം പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഹൃദയ സമാധാനം നമസ്കാരത്തിലൂടെ ആവണം. റസൂലുള്ളാഹിന്റെ ഹൃദയ സമാധാനം നമസ്കാരത്തിലൂടെ ആയതുപോലെ നമുക്ക് കൺകുളിരേണ്ടത് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കണം. റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനാണ്. കാരണം അവനാണ് എനിക്ക് കണ്ണു തന്നത്, അവനാണ് എനിക്ക് നാക്ക് തന്നത്, അവനാണ് എനിക്ക് കാട് തന്നത്, അവനാണ് എനിക്ക് ബംഗ്രിയാസ് തന്നത്, അവനാണ് എനിക്ക് കിഡ്നി തന്നത്, അവനാണ് എനിക്ക് ഹാർട്ട് പ്രവർത്തിക്കുന്നതായ ആ ശക്തിയായ ഒരു സാധനത്തെ തന്നത്. എല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ കിട്ടിയ വിസ, ജീവിതത്തിൽ കിട്ടിയ കാശ്, ജീവിതത്തിൽ കിട്ടിയ പെണ്ണ്, ജീവിതത്തിൽ കിട്ടിയ സന്താനങ്ങൾ, ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതെങ്കിൽ ആസ്വദിക്കൂലേ? കണ്ണിൽ നിന്നിട്ട് കണ്ണുനീരൊഴുകൂലേ? അതുകൊണ്ട് അബൂബക്കർ ഇമാമത്ത് നിന്നാൽ നിസ്കരിക്കാൻ സാധിക്കൂല, കരച്ചൽ വന്നിട്ട്. അതുപോലെ നമ്മുടെ നേതാക്കളും മൈമൂനുബ്നു മഹ്റാൻ എന്നാണ് എൻ്റെ ഓർമ്മ, താബിഈങ്ങളിൽപ്പെട്ട വ്യക്തിയായിരിക്കാം. പറയുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലാണ് എന്നത് ഇല്ല ഇതാലം
തഖുൽദാക്കിറത്തി എന്ന അറബികൾ പറയും പോലെ എൻ്റെ ഓർമ്മ പിഴച്ചതല്ലെങ്കിൽ അയാൾ തന്നെയാണ് എന്നതിൽ 20 കൊല്ലം ഞാൻ അധ്വാനിച്ചു ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ. പിന്നെ 20 കൊല്ലം ഞാൻ നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഒഴിവാക്കണമെന്നല്ലോ, ഒഴിവാക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. നിസ്കരിക്കാൻ തുടങ്ങിയാൽ ഒന്ന് ഇനിയും ഇമാമ് നിസ്കരിക്കട്ടെ, ഇനിയും ഇമാമ് നീട്ടി വലിച്ചു പോകട്ടെ. നാമൊക്കെ ഇമാമ് കുറച്ച് നീട്ടി വലിച്ചു വന്ന കണ്ടാൽ അസ്സലാം പറഞ്ഞ് പോകാനൊരു കല അല്ലേ? മനസ്സിലായില്ലേ? അങ്ങനെയായിരുന്നു അവരുടെ സ്ഥിതി എന്നാണ്. ശ്രദ്ധിക്കണം, നിർബന്ധമായ ബാധ്യതയാണ് നമസ്കാരം. നമസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റൗട്ടാണ്, നമസ്കരിക്കാത്തവൻ കാഫറാണ്. അമുസ്ലിമും മുസ്ലിമുമായുള്ള ചേഞ്ച് നമസ്കാരത്തിലൂടെയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്, സുന്നത്ത് പറയുന്നത്. ഇവിടെ മുസ്ലിങ്ങളുടെ ചിഹ്നമായിട്ട് റസൂലുള്ളാഹിയും സഹാബാക്കളും താബിഈങ്ങളും പഠിപ്പിച്ചതായ ശൈലിയാണ് എന്ത്? കൃത്യമായ 5 വഖ്ത് നേരത്തിൽ പുരുഷന്മാർ പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുക എന്നത്, കൃത്യമായ 5 വഖ്ത് നമസ്കാരം പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും നമസ്കരിച്ചു കൊണ്ടേയിരിക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുക. അതെ, അപ്പോൾ നമസ്കാര വേളയിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കുട്ടിയെ കിട്ടാത്തതായ മഹാനായ സക്കരിയ അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറയുന്നു, മലക്കുകൾ അവരെ വിളിച്ചു പറഞ്ഞു, നമസ്കരിക്കുന്നതായ ആ വ്യക്തിയോട് പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ തരാൻ തീരുമാനിച്ചു. എങ്ങനെയുള്ള കുട്ടിയാണ്? അദ്ദേഹത്തിൻ്റെ പേര് യഹ്യയാണ്. കുട്ടിയുടെ പേര് തന്നെ അള്ളാഹ് വെച്ചു കൊടുക്കുകയാണ്. പേര് യഹ്യയാണ്. ഇതുവരെ ലോകത്ത് യഹ്യ എന്ന് ആരും പേര് വെച്ചിട്ടില്ല താനും. ആരോട് പറയുന്നു? സക്കരിയാനോട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന കുട്ടി ആണാണെന്ന് പറയുന്നതിന് പകരം യഹ്യയാണ്. അപ്പോൾ ആണാണെന്ന് ആയി. പിന്നെയോ ആ യഹ്യ എന്ന് പറയുന്ന പദം ഇതുവരെ ഭൂമിയിൽ ആരും പേര് വെക്കാത്ത പദമാണ്. അതിനു മുമ്പ് ആർക്കും ആ പേരുണ്ടായിരുന്നില്ല, യഹ്യ. അങ്ങനെ ഈ കുട്ടിയെ കിട്ടിയതായ സക്കരിയ അലൈഹിസ്സലാം നമസ്കാരത്തിലൂടെയാണ്. അന്ന് പണ്ട് സംഭവിച്ച സംഭവം ഖുർആൻ പറയുമ്പോൾ അന്ന് തന്നെ നമസ്കാരമുണ്ട് എന്ന് പഠിക്കാൻ സാധിച്ചു. അതെ, അപ്രകാരം നമുക്കെല്ലാം പരിചയമുള്ളതായ നമസ്കാര കഅബയുടെ പരിസരത്തിൽ വെച്ചിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം, ടൈം അതിക്രമിച്ചു, അല്പസമയം ഞാൻ നിർത്തും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബത്തിന്റെ പരിസരത്തിൽ അവരുടെ കുഞ്ഞോമന പൈതലായ ഇസ്മായിലിനെയും അവരുടെ ഭാര്യയായ ഹാജറിനെയും ഉപേക്ഷിച്ചു പോകുന്ന വേളയിൽ അവർ റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. എന്താണ്? റബ്ബനാ ലിയുഖീമുസ്സലാ, റബ്ബേ ഞാൻ ഇവിടെ അവരെ ഉപേക്ഷിച്ച് പോകുന്നത് അവർ കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ വേണ്ടിയാണ്. കണ്ടില്ലേ? എന്തിനാ നീ ഞാൻ കെട്ടാൻ പോകുന്ന കഅബത്തിന്റെ പരിസരത്തിൽ ഞാൻ എന്തിനാണ് കുട്ടിയെ ഉപേക്ഷിച്ച് പോകുന്നത്? നമസ്കാരം നിലനിർത്തുന്നവരായിട്ട് ഈ നാട്ടുകാർ, എൻ്റെ മകനും മകൻ്റെ ബാക്കിൽ വരാൻ പോകുന്നവരൊക്കെ യുഖീമൂ എന്നാണ്. യുഖീമൂ ബഹുവചനമാണ്, ബഹുവചനം. മനസ്സിലായില്ലേ? അവർ നമസ്കാരക്കാരായി മാറണം. അതാണ് ഇബ്രാഹിം അവിടെ കഅബം കെട്ടാൻ പോകുന്ന കഅബം, അതുപോലെ കുട്ടിയെയും ഭാര്യയെയും ഉപയോഗിച്ച് പോകുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യമായിട്ട് പറഞ്ഞതായ കാര്യം. പിന്നെയാണ് അവർക്ക് ഭക്ഷണം നൽകണം, അവർക്ക് പാനീയം നൽകണം എന്നതൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനയിൽ തന്നെ കാണാം, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാ, നമസ്കാരം കൃത്യമായി സ്ഥാപിക്കുന്ന നിലനിർത്തുന്ന ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആളിൽ നീ എന്നെ പെടുത്തണമേ രക്ഷിതാവേ എന്ന് മാത്രമല്ല, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി, എൻ്റെ സന്താനങ്ങളിലും. ശ്രദ്ധിക്കുക, ഓരോരുത്തരും അവരുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി നമസ്കാരക്കാരനായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കും പോലെ മക്കളെയും നമസ്കാരക്കാരായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. നമസ്കാരത്തിലും പ്രാർത്ഥിച്ചോളി. നമസ്കാരത്തിലും റുക്കൂയിൽ പ്രാർത്ഥന പാടില്ല. റുക്കൂയിൽ തസ്ബീഹാണ്, സുജൂദിലാണ് പ്രാർത്ഥന. തസ്ബീഹ് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യാം? മലയാളത്തിലല്ല, മാതൃഭാഷയിലല്ല, കർണാടക ഭാഷയിലല്ല, പിന്നെയോ അറബിയിൽ തന്നെ. ഖുർആനിൽ ഈ പറഞ്ഞ പദം റബ്ബി ഉഫ്രിലി എന്താണ് ഇബ്രാഹിം പ്രാർത്ഥിച്ച? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി എന്ന് നമുക്ക് സുജൂദിൽ കിടന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അതെ, പണ്ടുള്ള ഉമ്മത്തുകൾക്കുള്ളതായ
അമലാണ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട നമസ്കാരം എന്ന് പഠിക്കാൻ വേണ്ടിയാണ് നാം ഈ കാര്യം പറഞ്ഞു വരുന്നത്. അല്ലാഹു പറയുന്നു, ഉദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ. ഗ്രന്ഥത്തിലൂടെ നിങ്ങൾ പഠിക്കൂ ഇസ്മായിൽ എന്ന മഹാവ്യക്തിത്വത്തെ. ആ വ്യക്തിത്വം എൻ്റെ വിശദീകരണമാണ്. ഇന്നഹു കാന സാദിഖൽ വഅദി, ശരിക്ക് വാക്ക് പാലിക്കുന്ന വ്യക്തിയായിരുന്നു, സത്യസന്ധനായിരുന്നു ഇസ്മായിൽ. വകാന റസൂലൻ നബിയ്യാ, അദ്ദേഹം റസൂലായിരുന്നു, നബിയായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ, അദ്ദേഹം അവരുടെ കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു നമസ്കരിക്കാൻ, അതുപോലെ സക്കാത്ത് കൊടുക്കാൻ. വകാന ഇൻദ റബ്ബിഹി മർദിയ്യാ, റബ്ബിൻ്റെ അടുക്കൽ പ്രീതി നേടിയ വ്യക്തിയാണ് അദ്ദേഹം, റബ്ബ് പ്രീതിപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ഒരു മനുഷ്യനെ കുറിച്ചാണ് റബ്ബ് പറയുന്നത്, എൻ്റെ ഇഷ്ടപ്പെട്ട ദാസനാണ്. ആര്? ഇസ്മായിൽ അലൈഹിസ്സലാം, നമ്മുടെ റസൂലിൻ്റെ വലിയാപ്പ. നമ്മുടെ റസൂലിൻ്റെ വലിയാപ്പ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, വകാന ഇൻദ റബ്ബിഹി മർദിയ്യാ, അവരുടെ നാഥനായ റബ്ബിൻ്റെ അടുക്കൽ പ്രീതി നേടിയ ആൾ, പ്രീതിപ്പെട്ട ആളായിരുന്നു ഇസ്മായിൽ. എന്താ കാരണം? നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കും, റസൂലായി ജീവിച്ചു, നബിയായി ജീവിച്ചു, കുട്ടികളോട് കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്നതാണ്. നാം ചെയ്യാറുണ്ടോ? ഒരാത്മപരിശോധന ഓരോരുത്തരും നടത്തുക. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 100 കണക്കിൽ പ്രാവശ്യമെന്ന് പറയാം ഈ ദശവർഷങ്ങളിലൂടെ. ഒരു സുഹൃത്ത് മസ്ജിദുൻ നബവി ചെറുതായ കാലത്തിൽ 40 കൊല്ലം മുമ്പുള്ള പള്ളിയിൽ ടെലിഫോൺ എല്ലാവരുടെ വീട്ടിലില്ല, മൊബൈൽ കണ്ടുപിടിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള യുഗത്തിൽ എൻ്റെ ക്ലാസ് മെമ്പറായ ഒരു സുഹൃത്തിനെ രാത്രി ഏകദേശം 2:30 മണിക്ക് 3 മണിക്ക് മസ്ജിദുൻ നബവിയുടെ ബാബു ജിബ്രീലുണ്ട്, ബാബുൻ നിസാ ഉണ്ട്, വേറെ വാതിലൊന്നും ആ ഭാഗത്തില്ല, ബാബുൽ ബഖിയ വരെ ഇല്ല. അവിടെ അദ്ദേഹം, അതിൻ്റെ തൊട്ട് നിൽക്കുന്നത് കടയാണ്, അതിൻ്റെ നേരെ മുമ്പിലാണ് കട. അപ്പോൾ അതായത് ഒരു 10 മീറ്റർ പോകണ്ട, അപ്പോൾ കടയായി മസ്ജിദ് നബവിയുടെ. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നു, അതിൽ നാണയം ഇങ്ങനെ ഇട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന കണ്ടു. സംസാരം കഴിഞ്ഞപ്പോൾ, എന്താ ഈ സമയത്ത് നിങ്ങൾ ഇത്ര ധൃതി പിടിച്ച് സംസാരിക്കുന്നു? പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികളെ വിളിക്കുകയായിരുന്നു നമസ്കരിക്കാൻ, നാട്ടിലുള്ള കുട്ടികളെ നമസ്കരിക്കാൻ ഉണർത്തുകയാണ്, അവിടെ സ്വയം നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മേക്കാളും മുമ്പാണല്ലോ നമസ്കാരം നടക്കുക. അപ്പോൾ അങ്ങനെയുമുണ്ട് മനുഷ്യന്മാർ. നാം ചിന്തിച്ചിട്ടുണ്ടോ? നാം തന്നെ ഉണരാൻ ഒരു അലറാം വാങ്ങിയിട്ടില്ല. വാങ്ങിയ അലറാം തന്നെ വെക്കലെ കഫീലിൻ്റെ ടൈമിൽ പോകാനാണ്, കട തുറക്കാനാണ്. എന്നാൽ അത് അള്ളാഹിൻ്റെ വിളിക്ക് മറുപടി നൽകാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറില്ല. നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ, അങ്ങനെയുമുണ്ട് മനുഷ്യന്മാർ. അള്ളാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. പക്ഷെ അള്ളാഹിനെ പേടിയുള്ളവർ എന്ത് വേണം? ഒരു അലറാം വാങ്ങിയാൽ പോരാ, ബിഗ് വലിയ അലറാം വാങ്ങിയിട്ട് തൊട്ട് വെക്കരുത്. തൊട്ട് ചെറുത് വെക്കുക, അല്പം വേക്കൽ വേറൊന്ന് വലുത് വെക്കുക. അള്ള തന്ന കാശ് മുഴുവനും ചെലവഴിച്ചിട്ട് ഞാൻ അലറാം വാങ്ങിയിരുന്നേനെ എന്ന് ഖേദിച്ചു പോകും, ഓർത്തുപോകും. എപ്പോൾ? നമസ്കാര സമയത്ത് ഉറങ്ങിയവനെ കല്ലുകൊണ്ട് തകർത്തി തെരിപ്പണമാക്കുന്ന രംഗം പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ശിക്ഷ ആരംഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാർത്തകൾ ഇനിയും കേൾക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള രംഗത്തിലേക്ക് എത്തുമ്പോൾ ഖേദിച്ചു പോകും. ആ ഖേദിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സൗകര്യമുണ്ട്. അലറാം വാങ്ങി വെച്ചോളി, 2, 3, 4 വാങ്ങി വെച്ചോളി. എന്തിനാണ്? കൃത്യസമയത്ത് ഉണരാൻ, നമസ്കരിക്കാൻ, അള്ളാഹിനെ ഭയപ്പെടാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ തുടങ്ങി വെച്ച വിഷയം പൂർത്തിയാക്കിയാൽ നിർത്തുന്നു. നമസ്കാരമല്ല, അതുപോലെ ഇബാദത്തുമല്ല, നീണ്ടതാണ്. പണ്ടുള്ള ഉമ്മത്തുകൾക്ക് അള്ളാഹ് നിർബന്ധമാക്കിയതാണ് എന്ന വിഷയമാണ് ഞാൻ പറഞ്ഞത്. അതിൽ നമുക്ക് പരിചയമുള്ള ഖലീലും മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കുട്ടിപ്രായത്തിൽ തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ച ശൈലി അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലല്ലോ. ആ സംസാരിച്ച വാക്കിൽ പെട്ടതാണ് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ഭാഗം. ഖാല ഇന്നി അബ്ദുല്ലാഹ്. എന്ത് പറഞ്ഞു? ഇന്നി അബ്ദുല്ലാഹ്. ആദ്യം പറഞ്ഞ വചനം അതാണ്. ലോക ക്രിസ്ത്യാനികളായ 2000 മില്യണിൽ പരമാണ് ഞങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്നവരായ അവരുടെ നേതാവായ ഇപ്പോഴുള്ള ബോഷിൻ്റെ ഉപ്പയുള്ള അവരുടെ വലിയാപ്പയായ ബോഷ്, 3-ാം ബോഷ് ഉണ്ടല്ലോ, ആ ബോഷ്
ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഓറിയന്റലിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം നമ്മുടെ നാട്ടിനെ കുറിച്ച്, നമ്മുടെ മതത്തെക്കുറിച്ച് പഠിച്ച് പറയുകയാണ്, എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം മുഹമ്മദിൻ്റെ ജീവിതത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക ശേഷിയില്ലാതെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ തത്വം, ആ ആദർശം പ്രചരിച്ചത് എന്ന് അദ്ദേഹം എഴുതുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആദർശം അങ്ങനെ ശക്തിയോടുകൂടി പ്രചരിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സമാവിയായ, അദ്ദേഹം ക്രിസ്ത്യാനിയാണല്ലോ, സമാവിയായ വാനലോകവുമായ ശക്തിയോട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. മൂന്നാം ബോഷ് പറഞ്ഞ വാക്കാണ്. ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ പുസ്തകവും പറഞ്ഞ ഭാഗവും. മനസ്സിലായില്ലേ? അവർക്കൊക്കെ അറിയാം എന്താണ് ഈ മതം എന്നത്. അള്ളയാണ് പറയുന്നത് ഖുർആനിൽ, യഅരിഫൂനഹു, അവർക്ക് ഈ മതത്തെക്കുറിച്ച്, ഈ റസൂലിനെ കുറിച്ച് പരിചയമുണ്ട്. കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കൾ അറിയും പോലെ അറിവുണ്ട്. അതവർ കുറിച്ചു പോയിട്ടുണ്ട് അവരുടെ നേതാക്കൾ. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? എന്നാൽ അങ്ങനെയുള്ളവരതെല്ലാം അറിഞ്ഞിട്ട് പോലും അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവാണെന്ന് അള്ളാഹു ആക്കി മാറ്റിയ, ഉപദേവമാക്കി മാറ്റിയ, മെയിൻ ദൈവമാക്കി മാറ്റിയ, ദൈവത്തിൻ്റെ മൂന്നിലൊരു ഭാഗമാക്കി മാറ്റിയ ഈസ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന ഉടനെ തന്നെ ഉമ്മ പറയുന്നു, കുട്ടിയോട് ചോദിക്കൂ എന്ന് നമുക്കറിയാം. സംഭവം ഖുർആൻ പറയുന്ന ശൈലിയാണ്. സൂറത്ത് മറിയമിൽ അള്ളാഹു പറയുന്നു, ഖാല, മഹാനായ ഈസ പറഞ്ഞു ബനൂ ഇസ്രായേലികളോട്. എന്ത് പറഞ്ഞു? കുട്ടിപ്രായത്തിൽ തൊട്ടിലിൽ കിടന്നിട്ട്, ഇന്നി അബ്ദുല്ലാ, ഞാൻ ലോക ക്രിസ്ത്യാനികളെ നിങ്ങൾ വിചാരിക്കും പോലെ ദൈവമല്ല, ദൈവത്തിൻ്റെ മകനല്ല, ദൈവത്തിനൊരു ഭാഗവുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇന്നി അബ്ദുല്ലാ ആതാനിയൽ കിതാബ, എനിക്ക് റബ്ബ് കിതാബ് നൽകിയിട്ടുണ്ട്, അഥവാ ഇഞ്ചീൽ. വജഅലനി നബിയൻ, എന്നെ റബ്ബ് ദൂതരാക്കിയിട്ടുണ്ട്, ദൂതരാക്കാൻ പോകുന്നുണ്ട്. വജഅലനി മുബാറക്കൻ, എന്നെ പവിത്രതയുള്ള ബർക്കത്തുള്ള വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് കേൾക്കണം, എന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്താണെന്നറിയാമോ? വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴെല്ലാം നമസ്കരിച്ചു കൊണ്ടേ ഇരിക്കണമെന്ന് എന്നോട് റബ്ബ് കൽപ്പിച്ചിട്ടുമുണ്ട്. തൊട്ടിൽ കിടന്ന് പറയാണ് ഈസ, എന്ത്? എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നമസ്കരിക്കാൻ. അങ്ങനെയുള്ള നമസ്കാരമാണ് കൂട്ടരെ നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആരംഭിച്ചത്. ഈ നമസ്കാരം ഇബാദത്ത് എന്ന വിഷയത്തോട് ബന്ധിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത മാത്രമാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. അതിൻ്റെ വിധി വിലക്കുകളല്ല, അതിൻ്റെ ഷർത്തുകളല്ല, അതിൻ്റെ ഫർളുകളല്ല, അതിൻ്റെ വാജിബാത്തുകളല്ല, അതിൻ്റെ സുനനുകളല്ല, അതിൻ്റെ കറാഹത്തായ ഭാഗങ്ങളല്ല. അതെല്ലാം അടുത്ത ക്ലാസ്സുകളിലൂടെ നീട്ടി വലിച്ച് പറയുവാനും കേൾക്കുവാനും അതിൽ നിന്നിട്ട് പ്രവർത്തിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് റസൂൽ കൽപ്പിച്ചതുപോലെ, റസൂൽ നിസ്കരിച്ചതുപോലെ നമസ്കരിക്കാൻ പഠിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. 5 വക്ത് നമസ്കാരം അതാതിൻ്റെ സമയത്ത് ജമാഅത്തോടു കൂടി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുന്നവരായിട്ട് നമ്മൾ നിന്നിട്ടുള്ള പുരുഷന്മാർ അള്ളാഹു പെടുത്തട്ടെ. അപ്രകാരം കൃത്യസമയത്ത് പർദ്ദയിൽ ചടഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ട് കൃത്യസമയത്ത് നമസ്കരിക്കുന്നവർ നമ്മളിലുള്ള സ്ത്രീകളെയും അള്ളാഹു പെടുത്തട്ടെ. കഴിഞ്ഞ ക്ലാസിൻ്റെ കുറിപ്പ് ഇവിടെ ലഭിക്കും. ആ കുറിപ്പിൽ കുറിച്ചതോടുകൂടി സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സ്ത്രീകളിൽ നിന്നിട്ട് ആക്ഷേപമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ നടന്നപ്പോൾ അങ്ങനെയുള്ള പരീക്ഷ ഉണ്ട് എന്ന വാർത്ത ഞങ്ങൾ അറിയുകയില്ല എന്ന്. അപ്പോൾ ഈ കുറിപ്പോടുകൂടി, നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന കുറിപ്പോടുകൂടി 4 എണ്ണമായി മാറിയത് കൊണ്ട് സഹോദരന്മാർ, ഈ കുറിപ്പ് തയ്യാറാക്കുന്ന പണ്ഡിതന്മാർ ഇവിടെ അനൗൺസ് ചെയ്തതനുസരിച്ചിട്ട് 4 കുറിപ്പ് പൂർത്തിയാക്കുമ്പോൾ എന്തുണ്ടാകും? പരീക്ഷ ഉണ്ടാകും. പരീക്ഷയല്ല, അത് വെറും ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രമാണ്. അതിലൊരു പ്രയാസവുമില്ല. നിങ്ങൾ കണ്ടില്ലേ ചോദ്യത്തിൻ്റെ ശൈലി? വെറും ഓർമ്മ പുതുക്കൽ മാത്രമാണ്. പെട്ടെന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അതിന് മറുപടി നൽകാൻ സാധിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് മറുപടി നൽകാനുള്ള സൗകര്യം കിട്ടിയില്ല, കാരണം ചില ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുദക്കിറ കിട്ടിയിട്ടില്ല, കുറിപ്പ് കിട്ടിയിട്ടില്ല, അങ്ങനെ വല്ല കാരണത്താൽ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് കാരണമായി തീരരുത് ക്ലാസ്സിൽ വരാതിരിക്കാൻ. മനസ്സിലായില്ലേ? ഇത് ഇന്ന് പരീക്ഷയുടെ ആഴ്ചയാണ്, അതിൽ ഞാനില്ല എന്ന് വെക്കരുത്, വന്നോളി കേട്ടോ. ഇത് വിജയപരാജയം തീരുമാനിക്കാനുള്ള പരീക്ഷയൊന്നും അല്ല, ഓർമ്മ പുതുക്കാനുള്ള പരീക്ഷ മാത്രമാണ്.
മനസ്സിലായില്ലേ? എന്തിനാണ്? എനിക്ക് തന്നെ സന്തോഷമുണ്ടാകുന്നു, ഓ ഞാൻ പറയുന്നതിന് പ്രയോജനമുണ്ട്, ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അല്പം മുമ്പ് ഒരു സുഹൃത്തിനെ കുറിച്ച്, എൻ്റെ ക്ലാസ്സിൽ വരുന്ന മനുഷ്യൻ കുടുംബത്തെ നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത് ഞാൻ ഇന്ന് വരെ മറന്നിട്ടില്ല. സംഭവം ഒരു 10-30 കൊല്ലം കഴിഞ്ഞു, 30-35 കൊല്ലം കഴിഞ്ഞ് കാണും സംഭവം ഞാൻ കണ്ടിട്ട്. ഞാൻ ഇതുവരെ അദ്ദേഹത്തിന് മറന്നിട്ടില്ല. എന്തുകൊണ്ട്? എൻ്റെ ക്ലാസ് മെമ്പർ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഓർമ്മ. അത്തരം കാര്യങ്ങൾ ഞാൻ മറക്കുകയുമില്ല, എൻ്റെ ഇതുവരെ ഉള്ള ഓർമ്മയിൽ ഇതുവരെ മറക്കാറുമില്ല. ഇനിയും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പറയേണ്ടത് പറഞ്ഞ്, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ച്, ആത്മാർത്ഥതയോടുകൂടി ദഅവത്ത് ചെയ്ത് ജീവിക്കാനുള്ള സന്മനസ്സും തൗഫീഖും നിങ്ങൾക്കും പറയുന്ന സാധനവും സാധുവിനും അള്ളാഹു നൽകുമാറാകട്ടെ.